وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي، آمين رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ കിതാബ് തൗഹീദ് എന്ന ഗ്രന്ഥത്തിൽ അടുത്ത ബാബു മാ ജാഅ ഫീ കസ്റത്തിൽ ഹലിഫ്, അധികമായി സത്യം ചെയ്ത് പറയുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ബാബാണിത്. സത്യം ചെയ്ത് പറയുന്നതിൻ്റെ ഹലിഫുമായി ബന്ധപ്പെട്ട ഒരു ബാബ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതായത് അള്ളാഹു അല്ലാതെ മറ്റൊന്നിനെയും വിളിച്ചുകൊണ്ട് സത്യം ചെയ്ത് പറയാൻ പാടില്ല എന്നുള്ളത് ശിർക്കിൻ്റെ ഭാഗമാണ് എന്ന നിലക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അള്ളാഹുൽ മാത്രമേ ഒരു അടിമ സത്യം ചെയ്ത് പറയാൻ പാടുള്ളൂ. ഇനി അള്ളാഹുൽ സത്യം ചെയ്ത് പറയൽ തന്നെ അത് എല്ലാ കാര്യങ്ങൾക്കും ഒരു നിബന്ധനയില്ലാതെ അല്ലെങ്കിൽ നിരുപാധികം എന്ത് കാര്യം പറയുമ്പോഴും അള്ളാഹു സത്യം ചെയ്ത് പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നുള്ളത് പ്രോത്സാഹിക്കപ്പെടാത്ത ഒരു കാര്യമാണ്. കാരണം അത് അള്ളാഹുവിന് കൊടുക്കുന്ന തഅദീമിൽ വീഴ്ച വരുത്തുന്ന ഒരു കാര്യമാണ്. അള്ളാഹുവിനെ പറഞ്ഞുകൊണ്ട് സത്യം ചെയ്ത് പറയുമ്പോൾ ആ കാര്യത്തിന് ഒരു ഗൗരവം ഉണ്ടായിരിക്കണം. അതായത് നിസ്സാരമായ ഏതൊരു കാര്യം വരുമ്പോഴും അള്ളാഹു സത്യം ചെയ്ത് അല്ലെങ്കിൽ ആ നിലക്ക് പറയുക, അല്ലെങ്കിൽ ഒരു അള്ളാഹു ആ നിലക്ക് സത്യം ചെയ്ത് പറയുന്ന ആ ഒരു രീതി അത് ഒഴിവാക്കേണ്ടതാണ് എന്നുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇതിലാദ്യം ഒരായത്താണ് കൊടുക്കുന്നത്. സൂറത്തുൽ മാഇദയിലെ 89-ാമത്തെ ആയത്തിൽ വഹ്ഫദൂ ഐമാനക്കും എന്ന് കാണാം. നിങ്ങൾ സത്യം ചെയ്ത് പറയുന്ന വാക്കുകളെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് വഹ്ഫദൂ ഐമാനക്കും, ഇതിനെ പല രീതിയിൽ മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞു ലാ തഹ്ലിഫൂ, നിങ്ങൾ ആവശ്യമില്ലാതെ സത്യം ചെയ്ത് പറയരുത്. മറ്റു ചില പണ്ഡിതന്മാർ ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞു ലാ തത്റുകൂഹാ ബിഗൈരി തക്ഫീരിൻ, ഒരു വാക്ക് നമ്മൾ സത്യം ചെയ്ത് പറഞ്ഞു, ഞാൻ ഇന്ന കാര്യം ചെയ്യാം അല്ലെങ്കിൽ ഇന്ന കാര്യം ഞാൻ ചെയ്യൂല വല്ലാഹി എന്നെല്ലാം പറഞ്ഞു വിചാരിക്കുക. എന്നിട്ട് അത് ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന് തക്ഫീർ ഉണ്ട്, അതിന് നമ്മൾ കഫാറത്ത് നൽകേണ്ടതുണ്ട്. ആ കഫാറത്ത് നൽകിയാൽ മാത്രമേ കഫാറത്ത് നൽകേണ്ടതുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് കഫാറത്ത് നൽകേണ്ടതുണ്ട്. ആ കഫാറത്ത് നൽകിയിട്ടില്ല എങ്കിൽ എന്താണ്, അത് ശരിയാവുകയില്ല. ഒരു വാക്ക് പറഞ്ഞു പിന്നീട് അത് ചെയ്യുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ചെയ്യില്ല എന്നൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതിന് കഫാറത്ത് ഖുർആനിൽ പഠിപ്പിച്ചിട്ടുണ്ട്. നോമ്പ് നോൽക്കുക, അല്ലെങ്കിൽ ഭക്ഷണം നൽകുക, വസ്ത്രം നൽകുക സാധുക്കൾക്ക്, അതുപോലുള്ള കാര്യങ്ങൾ. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതെ നിങ്ങൾ വാക്കിനെ അഥവാ സത്യം ചെയ്ത് പറയുന്നതിനെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ അത് ചെയ്യാതെ പോകരുത്. ഒരു കാര്യം വാക്ക് മാറ്റുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ സത്യം ചെയ്ത് പറഞ്ഞ ഒരു കാര്യം മാറ്റുകയാണ് എങ്കിൽ കഫാറത്ത് ചെയ്യാതെ പോകരുത് എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ് എന്ന് കാണാം. ചുരുക്കത്തിൽ ഈ ആയത്ത് കൊണ്ടുള്ള ഉദ്ദേശം, ഈ ഹലിഫ് സത്യം ചെയ്ത് പറയുന്നത് അത് അനാവശ്യമായി ആവശ്യമില്ലാതെ ചെയ്യാൻ പാടില്ല. ഇതുമായി ബന്ധപ്പെട്ട ഹദീസുകളിൽ ആ വിഷയം ഒന്നുകൂടി കൃത്യമായിട്ട് നമുക്ക് കാണാം. ആദ്യം കൊടുക്കുന്ന ഒരു ഹദീസ് عن أبي هريرة رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول الحلف منفقة للسلعة ممحقة للكسب. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അൽ ഹലിഫു, സത്യം ചെയ്ത് പറയുക എന്നുള്ളത് മൻഫഖത്തുൻ ലിസ്സിൽഅതി, അവന്റെ ശരക്ക് അത് ചെലവായി പോകാൻ ഉപകരിക്കുന്ന ഒരു കാര്യമായിരിക്കും. ഇപ്പോൾ ഒരാൾ ഒരു സാധനം വിൽക്കാൻ, അപ്പൊ അതിന്റെ ഗുണമേന്മ പറഞ്ഞിട്ട് ഇതിങ്ങനെയാണ്, ഇങ്ങനെയാണ്, സത്യമായിട്ടും അത് അങ്ങനെയാണ് എന്ന നിലക്കൊക്കെ ഒരാൾ പറയുകയാണ്, അങ്ങനെ സത്യം ചെയ്ത് പറയുകയാണ്. അങ്ങനെ പറയുമ്പോൾ ആ സാധനം ഒരുപക്ഷെ വിറ്റുപോകാൻ എളുപ്പമായിരിക്കും, അത് എളുപ്പത്തിൽ ചെലവായി പോകും. മംഹഖത്തുൻ ലിൽ കസ്ബ്, മംഹഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഖ്സ്, അതുമൂലം നേടുന്ന ലാഭം എന്താണോ, വരുമാനം എന്താണോ, അതിൽ കുറവ് വരുത്തുകയും ചെയ്യും. സാധാരണ കച്ചവടക്കാരിൽ ഈ സത്യം ചെയ്ത് പറയുന്ന ഒരവസ്ഥ ചില ആളുകൾക്ക് ശീലമാകാറുണ്ട്. സത്യമായിട്ടും ഇതങ്ങനെയാണ് അല്ലെങ്കിൽ ഇതങ്ങനെയാണ് എന്നുള്ളതിൽ വല്ലാഹി പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ സത്യമായിട്ടും എന്നുള്ളൊരു ഉറപ്പ് പറഞ്ഞുകൊണ്ടോ, അല്ലെങ്കിൽ ഞാൻ സ്വന്തം അമാനത്ത് കൊണ്ട് സത്യം ചെയ്ത് പറയുന്ന ആളുകളുണ്ട്.
അത് പാടില്ല എന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വിശ്വസ്തയാണ് സത്യം, അല്ലെങ്കിൽ എന്നെ വിശ്വസിക്കാം എന്ന നിലക്കൊക്കെ പറഞ്ഞുകൊണ്ട് കച്ചവടം നടത്തുന്ന ആളുകളെ കാണാം. അത് ചിലപ്പോൾ ആ ചരക്ക് വിറ്റുപോകാൻ ഉപകരിക്കും, പക്ഷെ അതുകൊണ്ടുണ്ടാകുന്ന ആ സമ്പാദ്യം അതിൽ കുറവ് സംഭവിക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ ബറക്കത്ത് അതിൽ ഉണ്ടാവുകയില്ല, അത് നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടാവുക എന്ന് കാണാം. അപ്പോൾ സത്യം ചെയ്ത് പറയുക എന്നുള്ളത് അനാവശ്യമായി അല്ലെങ്കിൽ അത്യാവശ്യമല്ലാത്ത കാര്യങ്ങൾക്ക് അത് ചെയ്യുക എന്നത് പ്രോത്സാഹിപ്പിക്കപ്പെടാത്തൊരു കാര്യമാണ്. കാരണം അത് അള്ളാഹുവിന് കൊടുക്കേണ്ട തഅ്ളീമാണ്. അടുത്തൊരു ഹദീസ്, വഅൻ സൽമാൻ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ثلاثة لا يكلمهم الله ولا يزكيهم ولهم عذاب أليم. ثلاثة മൂന്ന് കൂട്ടം ആളുകൾ, لا يكلمهم الله ولا يزكيهم, അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് അവരോട് സംസാരിക്കുകയില്ല, അവരെ ശുദ്ധീകരിക്കുകയില്ല. വലഹും അദാബുൻ അലീമുൻ, അവർക്ക് വേദനയേറിയ ശിക്ഷയുമുണ്ട്. ആരൊക്കെയാണത്? ഒന്നാമത്തേത് ഉശൈമിത്തുൻ ജാനിൻ. ഉശൈമിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരബാധിച്ചിട്ടുള്ള ആള് അഥവാ വൃദ്ധനായിട്ടുള്ള ആള്. ജാനിൻ എന്ന് പറഞ്ഞാൽ വ്യഭിചാരി, വൃദ്ധനായ വ്യഭിചാരി. രണ്ടാമത്തേത് വആയിലുൻ മുസ്തക്ബിറുൻ. ആയിൽ എന്ന് പറഞ്ഞാൽ ദരിദ്രൻ, ദാരിദ്ര്യമുള്ളവൻ. മുസ്തക്ബിർ എന്ന് പറഞ്ഞാൽ അഹങ്കാരിയായ ദരിദ്രൻ. മൂന്നാമത്തേത് വറജുലുൻ ജഅല അല്ലാഹ ബിവാഅതഹു. മൂന്നാമത്തെ ആള് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അള്ളാഹുവിനെ അവനൊരു ചരക്കാക്കി മാറ്റിയിരിക്കുകയാണ്. അതുകൊണ്ടുള്ള ഉദ്ദേശം ലാ യശ്തരി ഇല്ലാ ബിയമീനിഹി വലാ യബീഉ ഇല്ലാ ബിയമീനിഹി. അവൻ വിൽക്കുകയാണെങ്കിലും വാങ്ങുകയാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തുകൊണ്ട് മാത്രമേ അവൻ വിൽക്കുകയുള്ളൂ. അള്ളാഹുവിന് സത്യം ചെയ്തുകൊണ്ടേ അവൻ വാങ്ങുകയുള്ളൂ. അത് അള്ളാഹുവാണ് സത്യം, ഇതിങ്ങനെയാണ് എന്ന് പറയും, അല്ലെങ്കിൽ അള്ളാഹുവാണ് സത്യം, അങ്ങനെ അവൻ എന്ത് കച്ചവടം നടത്തുകയുള്ളൂ. അതാണ് അള്ളാഹുവിനെ ഒരു ബിദഅത്താക്കി എന്നുകൊണ്ടുള്ള ഉദ്ദേശം. അങ്ങനെ ചെയ്യുന്ന ആൾ മൂന്ന് കൂട്ടം ആളുകളാണെന്ന് പറഞ്ഞത്. ഒന്നാമത്തെ ആൾ പറഞ്ഞത് ഉശൈമത്തുൻ ജാൻ. ഈ മൂന്ന് കൂട്ടം ആളുകളിലും പ്രത്യേകമായിട്ടുള്ള കാര്യം, ഒന്നാമത്തെ ആള് ഉശൈമത്തുൻ ജാനിൻ, വൃദ്ധനായ വ്യഭിചാരി. എന്താണ് വ്യഭിചാരം? തെറ്റാണ്, ഗൗരവമുള്ള തെറ്റാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് ഇരട്ടിയായി ശിക്ഷ നൽകുമെന്ന് പറഞ്ഞിട്ടുള്ള ഗൗരവമുള്ള പാപങ്ങൾ, ശിർക്ക് കഴിഞ്ഞാൽ, കൊലപാതകം കഴിഞ്ഞാൽ വ്യഭിചാരം എണ്ണിയിട്ടുള്ള കാര്യമാണ്. ഇവിടെ വൃദ്ധനായ വ്യഭിചാരി എന്ന് പ്രത്യേകം പറയാനുള്ള കാരണം എന്താണ്? കാരണം യുവാവായ ഒരു വ്യക്തിയാണ് വ്യഭിചരിക്കുന്നത് എങ്കിൽ അവന് അതിനുള്ള ശഹവത്തിന്റെ പ്രേരണയുടെ ഒരു ഘടകം കൂടി അവിടെയുണ്ട്. അവനൊരു ദാഇയത്ത് അവിടെയുണ്ട്, അതിലേക്ക് പ്രേരിപ്പിക്കുന്ന ഒരു പ്രായം, അങ്ങനെയുള്ള ശഹവത്തുകൾ അവിടെയുണ്ട്. എന്നാൽ വാർദ്ധക്യത്തിൽ എത്തിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അയാളുടെ ഇച്ഛകൾ നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഒരവസ്ഥയിലാണുള്ളത്. എന്നിട്ടും അയാൾ ആ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഗൗരവം കൂടും. ഇസ്ലാമിൽ അങ്ങനെയാണ്. ഒരു തെറ്റിന്റെ സാഹചര്യവും സന്ദർഭവും സമയവും എല്ലാം വെച്ച് അതിന് ഗൗരവം കൂടും. അതുകൊണ്ടാണ് അവിവാഹിതനായിട്ടുള്ള വ്യഭിചാരിക്ക് എന്തില്ല, ചാട്ടവാറടിയും നാടുകടത്തിലാണുള്ളത്. എന്നാൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വിവാഹിതനായിട്ടുള്ള ഒരു വ്യക്തി, അവൻ പിന്നെ തൊലാഖായാലും മുത്തല്ലഖായാലും വേണ്ടില്ല, പിന്നീട് അവന് വിചരിച്ചാൽ അവനെ എറിഞ്ഞു കൊല്ലുന്ന ശിക്ഷയാണ് നടപ്പിലാക്കുക. കാരണം അവൻ ഹലാലായ രീതിയിൽ അവന്റെ ആഗ്രഹം പൂർത്തീകരിക്കാൻ അവന് സാധിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ വരുന്നത്. അതുപോലെ തന്നെ ഒരു തെറ്റ്, അതിന്റെ സാഹചര്യം, സന്ദർഭം, ഉദാഹരണത്തിന് തന്നെ വ്യഭിചാരം തന്നെ അയൽവാസിയുടെ ഭാര്യയുമായിട്ടാണെങ്കിൽ അത് ഗൗരവം കൂടും. ആ അയൽവാസിയുടെ ഭാര്യ അഥവാ അയൽവാസി അവൻ ഭാര്യയിൽ നിന്ന് അകന്നു പോയിട്ടുള്ളത് ജിഹാദിനോ മറ്റോ ആണെങ്കിൽ അതിന്റെ ഗൗരവം അതിനേക്കാൾ കൂടും. അങ്ങനെ ഓരോ തെറ്റിന്റെയും ഗൗരവം ഓരോ സന്ദർഭവും സാഹചര്യമൊക്കെ അനുസരിച്ച് ഇസ്ലാമിൽ അധികമാവും, അതിന് കൂടും. അപ്പൊ അതുപോലെ ഈ പ്രായമായ ഒരാൾ അയാൾ വ്യഭിചരിക്കുക എന്നുള്ളത് യുവാവായ ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ ഗൗരവമുള്ള കാര്യമാണ്. കാരണം അയാൾക്ക് അതിലേക്കുള്ള പ്രേരണ കുറവാണ് എന്നതുകൊണ്ട്. അതുകൊണ്ട് ഒന്നാമത്തെ ആൾ. രണ്ടാമത്തെ ആള് വആയിലുൻ മുസ്തക്ബിറുൻ, ദരിദ്രനായ അഹങ്കാരി എന്നുള്ളത്. അഹങ്കാരം എന്നുള്ളത് മോശപ്പെട്ട കാര്യം തന്നെയാണ്, അതിലൊരു സംശയമില്ല. പക്ഷെ അഹങ്കരിക്കാൻ പ്രേരണയേകുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പൊ അധികം ആളുകളും അഹങ്കാരം വരുന്ന പ്രധാനപ്പെട്ട ഒരു കവാടമാണ് സമ്പത്ത് എന്നുള്ളത്. സമ്പത്ത് ഉണ്ടാകുമ്പോൾ, പദവി ഉണ്ടാകുമ്പോൾ, ചില ആളുകൾക്ക് അറിവുണ്ടാകുമ്പോഴൊക്കെ അഹങ്കരിക്കും. അപ്പോ ഈ സമ്പത്ത് ഉണ്ടാവുക, സമ്പത്തുള്ളവർ അഹങ്കരിക്കുക എന്ന് പറയുമ്പോൾ തെറ്റ് തന്നെയാണ്, ശരിയല്ല, ന്യായീകരിക്കുകയല്ല. പക്ഷേ അതിലേക്കുള്ള തേട്ടം കൂടുതലാണ്, അതിലേക്കുള്ള പ്രേരണ കൂടുതലാണ്. എന്നാൽ ദരിദ്രനായൊരു വ്യക്തി അഹങ്കരിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ അവൻ അതിന്റെ ആവശ്യമില്ല, അവന് അതിലേക്കുള്ള പ്രേരണയില്ല, എന്നിട്ടും അവൻ അഹങ്കാരം കാണിക്കുന്നുണ്ട് എങ്കിൽ അത്
കൂടുതൽ ഗൗരവമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് രണ്ടാമത്തെ പറഞ്ഞത്. മൂന്നാമത്തെ ആളാണ് നമ്മുടെ ബാബുമായി ബന്ധപ്പെട്ട വിഷയം. വറജുലുൻ ജഅല അല്ലാഹ ബിവാഅതഹു, ഹദീസിന്റെ പ്രയോഗം അള്ളാഹുവിനെ അവന്റെ ഒരു വിൽപ്പന ചരക്കായി മാറ്റുന്ന അവസ്ഥ. ആ ഉദ്ദേശം അള്ളാഹുവിന് സത്യം ചെയ്ത് പറഞ്ഞുകൊണ്ട് മാത്രമേ അവൻ വിൽക്കുള്ളൂ. അവനെന്ത് കാര്യം, ഒരു കാര്യം വിൽക്കുകയാണെങ്കിൽ അള്ളാഹുവാണ് ഇതിങ്ങനെയാണ്, ഞാൻ വാങ്ങുകയാണെങ്കിലും ആ നിലക്ക് എന്തെങ്കിലും പറഞ്ഞിട്ട് അള്ളാഹുവാണ് ഇത് ഇങ്ങനെ തന്നെയല്ലേ നിങ്ങൾ ഉറപ്പ് പറയണം. ആ നിലക്ക് എന്ത് വിൽക്കുകയാണെങ്കിലും വാങ്ങുകയാണെങ്കിലും എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ സത്യം ചെയ്ത് പറഞ്ഞുകൊണ്ട് മാത്രം ചെയ്യുന്ന അവസ്ഥ. അങ്ങനെയുള്ള ഒരാളാണ് മൂന്നാമത്തെ ആൾ. ഈ മൂന്നാളുകളെ പറ്റിയും അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അവരോട് അള്ളാഹു തആല പരലോകത്ത് സംസാരിക്കുകയില്ല, അവരെ ശുദ്ധീകരിക്കുകയില്ല, മാത്രമല്ല അവർക്ക് വേദനയേറിയ ശിക്ഷ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ അമിതമായി സത്യം ചെയ്ത് പറയുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അടുത്ത ഹദീസ് വഫി സഹീഹി അൻ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു ഖാല, മറ്റൊരു ഹദീസ് കാണാം. ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. قال قال رسول الله صلى الله عليه وسلم خير أمتي قرني ثم الذين يلونهم ثم الذين يلونهم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറഞ്ഞു, ഖൈറു ഉമ്മത്തി ഖർനി, എൻ്റെ ഉമ്മത്തിൽ ഏറ്റവും ഉത്തമരായിട്ടുള്ള ആളുകൾ എൻ്റെ സമുദായമാണ്, എൻ്റെ സമൂഹമാണ്, എൻ്റെ തലമുറയാണ്, അഥവാ സഹാബികളാണ്. സുമ്മല്ലദീന യലൂനഹും, പിന്നീട് അവരെ തുടർന്ന് വരുന്ന ആളുകളാണ്. സുമ്മല്ലദീന യലൂനഹും, പിന്നീട് അവരെ തുടർന്ന് വരുന്ന ആളുകളാണ്. നമുക്ക് അറിയപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ട് കണ്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹി ഇറങ്ങുന്നത് അറിഞ്ഞ, ഖുർആൻ ആദ്യമായി കേട്ട, അതിന്റെ വിശദീകരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് തന്നെ കേട്ട് പഠിച്ച ആ സ്വഹാബികളാണ് ഏറ്റവും ഉത്തമർ. അതിനുശേഷം ആ സ്വഹാബികളിൽ നിന്ന് ദീന് നേരിട്ട് പഠിച്ച താബിഈങ്ങളാണ്. അതിനുശേഷം ഏറ്റവും ഉത്തമരായിട്ടുള്ള സമുദായം ആ താബിഈങ്ങളിൽ നിന്ന് നേരിട്ട് ദീൻ പഠിച്ച തബഅ താബിഈങ്ങളാണ്. قال عمران, എന്നിട്ട് ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, فلا أدري أذكر بعد قرنه مرتين أو ثلاثا. എന്നിട്ട് ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു ഒരു സംശയമുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാണോ അതോ മൂന്ന് തലമുറയെ നാലാമത്തെ ഒരു തലമുറ കൂടി പറഞ്ഞോ ഇല്ലയോ എന്നൊരു സംശയം ഉണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ثم إن بعدكم قوما, അതിനുശേഷം ഉത്തമരായിട്ടുള്ള ഈ സമൂഹങ്ങൾക്ക് ശേഷം ചില ആളുകൾ വരും. بعدكم قوما يشهدون ولا يستشهدون. യഷ്ഹദൂൻ, അവർ സാക്ഷ്യം വഹിക്കുന്നവരാണ്, അഥവാ കള്ള സാക്ഷ്യത്തിന് നിൽക്കുന്ന ആളുകളാണ്. എന്തെങ്കിലും വിഷയത്തിന് വ്യാജമായി സാക്ഷ്യം നിൽക്കാൻ പറഞ്ഞാൽ ഒരു മടിയുമില്ലാതെ അവർ വന്നു നിൽക്കും. ഇസ്ലാമിൽ വളരെ ഗൗരവമുള്ള വൻപാപങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണിയിട്ടുള്ള കാര്യമാണ് ഖൗലുസ്സൂർ, അല്ലെങ്കിൽ ഷഹാദത്തുസ്സൂർ, കള്ള സാക്ഷ്യം വഹിക്കുക. നമ്മൾ കണ്ടിട്ടില്ലാത്ത, നമ്മൾ അറിഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യത്തിന് നമ്മൾ അതിന് സാക്ഷിയായിക്കൊണ്ട് കള്ള സാക്ഷ്യം വഹിക്കുക എന്നുള്ളത് അവരൊരു മടിയുമില്ലാതെ ചെയ്യും. വലാ യുസ്തശ്ഹദൂൻ, അവരുടെ ഷഹാദത്ത് അംഗീകരിക്കപ്പെടുകയില്ല, അഥവാ അവർ അത്രയും കള്ളസാക്ഷ്യം വഹിക്കുന്നവരാണ് എന്നറിയുന്നത് കൊണ്ട് തന്നെ അവരെ സാക്ഷികളായി സ്വീകരിക്കാൻ മറ്റുള്ളവർ തയ്യാറാവുകയുമില്ല. കാരണം അവർ സത്യസന്ധരല്ല എന്ന ആളുകൾക്ക് അറിയപ്പെട്ട ആളുകളായിരിക്കും. വയഖൂനൂൻ, അവർ ചതിയന്മാരായിരിക്കും. അവർ വിശ്വസിച്ചേൽപ്പിക്കുന്ന കാര്യങ്ങളിൽ അല്ലെങ്കിൽ വിശ്വസിച്ച് എന്തെങ്കിലും കാര്യം വെക്കുന്നതിലെല്ലാം ചതി കാണിക്കുന്നവരായിരിക്കും. വലാ യുഅ്തമനൂൻ, അവരെ വിശ്വസിക്കുകയില്ല. വിശ്വസിച്ചൊരു അമാനത്ത് അവരോട് പറയുകയോ അവരെ ഏൽപ്പിക്കുകയോ ചെയ്യുകയില്ല. വയൻബുറൂൻ, അവർ നെതിർ നടത്തും, അവർ നേർച്ച നടത്തും. ഇന്നാലിന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യാം, ഇന്നാലിന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും എന്ന നിലക്ക് അവർ നേർച്ച നേരും. വലാ യൂഫൂൻ, പക്ഷേ അവർ നേർച്ച നേർന്ന കാര്യങ്ങളെ അവർ പാലിക്കുകയില്ല. അതായത് ഉത്തമരായിട്ടുള്ള തലമുറകൾക്ക് ശേഷം ഒരു കൂട്ടം ആളുകൾ വരുമെന്ന് പറഞ്ഞ് അവരുടെ വിശേഷണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് കള്ളസാക്ഷ്യം വഹിക്കുന്നവരായിരിക്കും, ഒരു മടിയും കൂടാതെ. അഥവാ ഈ നിലക്കുള്ള സത്യം ചെയ്ത് പറയുന്നതിൽ, അതായത് ഉദ്ദേശം, ബാബുവിന്റെ ഉദ്ദേശം അതാണ്. ഈ നിലക്കുള്ള സത്യം ചെയ്ത് പറയാൻ ഒരു മടിയുമില്ലാതെ കള്ളമായ കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ആളുകളായിരിക്കും. അവർ അറിയപ്പെട്ട ആളുകളായിരിക്കും. ഏത് നിലക്ക് കള്ളസാക്ഷ്യം വഹിക്കുന്നവരാണെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ ആളുകൾ അവരെ സാക്ഷികളാകാൻ വിളിക്കുകയില്ല. അവർ ചതിയന്മാരായിരിക്കും. അതുപോലെ തന്നെ അമാനത്ത് കാത്തു സൂക്ഷിക്കുന്ന ആളുകളായിരിക്കില്ല, അമാനത്തിൽ വഞ്ചന കാണിക്കും. അവർ അനാവശ്യമായി നേർച്ചകൾ നേരും, പക്ഷെ അതൊന്നും അവർ പൂർത്തീകരിക്കുകയില്ല എന്നിട്ട് പറഞ്ഞു. വയബ്ഹറു ഫീഹിം അസ്സിമനു,
അവരിൽ കൊഴുപ്പ് അഥവാ അവരുടെ ശരീരത്തിൽ കൊഴുപ്പ് പ്രകടമായിരിക്കും. അഥവാ പരലോകത്തെ കാര്യത്തെക്കുറിച്ച് ചിന്തയില്ലാതെ ദുനിയാവിന്റെ കാര്യങ്ങളിൽ മാത്രം മുഴുകുന്ന ആളുകളായി തടിച്ചു കൊഴുത്ത ആളുകളായിരിക്കും അവർ ഉണ്ടാവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. അപ്പോൾ ഈ ഹദീസിനെ നമ്മുടെ ഈ ബാബിൽ കൊടുക്കാനുള്ള കാരണം ഖൗമൻ യശ്ഹദൂന വലാ യുസ്തശ്ഹദൂൻ, കള്ളസാക്ഷ്യം വഹിക്കാൻ അവർ ഒരുങ്ങി നിൽക്കുന്ന ആളുകളായിരിക്കും. സാക്ഷ്യം വഹിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ സത്യം ചെയ്തുകൊണ്ട് ആ നിലക്കാണ് അവർ ചെയ്യുക. അതുകൊണ്ട് തന്നെ ഷഹാദത്തു സൂർ, കള്ളസാക്ഷ്യത്തിന് ഒരു മടിയുമില്ലാതെ അവർ ഈ നിലക്ക് വന്നു നിൽക്കുന്ന ആളുകളായിരിക്കും. അവർ ഈ പറഞ്ഞ ബാക്കിയുള്ള വിശേഷണങ്ങളും അവരിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഷഹാദത്തിൽ ഒരു ഗൗരവം കാണിക്കാതെ ആലസ്യമായി അതിലൊരു ഭയവുമില്ലാതെ ചെയ്യുന്ന ആളുകളായിരിക്കും അവർ. അപ്പോൾ അധികമായി സത്യം ചെയ്ത് പറയുന്ന ആളുകളായിരിക്കും അക്കൂട്ടർ എന്നറിയിക്കാനാണ് ഈ ഹദീസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വഫീഹി അൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, മറ്റൊരു ഹദീസിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഖൈറുൻ നാസി ഖർനി ثم الذين يلونهم ثم الذين يلونهم. നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും ഉത്തമ സമുദായം എൻ്റെ സ്വഹാബികളുടെ ആ ഉമ്മത്താണ്, പിന്നെ അതിന് ശേഷമുള്ളവർ, പിന്നെ അതിന് ശേഷമുള്ളവർ. ثم يجيء قوم تسبق شهادة أحدهم يمينه ويمينه شهادته. പിന്നെ ഒരു കൂട്ടം ആളുകൾ വരും, അവരുടെ സാക്ഷ്യം, അവർ കള്ളസാക്ഷ്യം നിൽക്കുക എന്നുള്ളത് അവർ കള്ളസത്യം പറയുന്നതിനേക്കാൾ മുൻകടന്നിട്ടുണ്ടാകും. അല്ലെങ്കിൽ അവർ കള്ളസത്യം ചെയ്യുക എന്നുള്ളത് കള്ളസാക്ഷ്യം വഹിക്കുന്നതിന് മുൻകടന്നിട്ടുണ്ടാവും. അഥവാ കള്ളസാക്ഷ്യം വഹിക്കാനോ കള്ളസത്യം പറയുന്നതിനോ ഒരു മടിയുമില്ലാതെ അവർ യഥേഷ്ടം അതിനൊക്കെ ഒരുങ്ങി നിൽക്കുന്ന ആളുകളായിരിക്കും. ഏതിനെ മുൻകടക്കുക എന്നറിയില്ല. ചിലപ്പോൾ സാക്ഷ്യത്തിന് കള്ളസാക്ഷ്യം നിൽക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ ഒരു മടിയുമില്ലാതെ അതിന് പോകും. കള്ളസത്യം ചെയ്യാൻ പറഞ്ഞാൽ ഒരു മടിയുമില്ലാതെ അത് ചെയ്യും. അങ്ങനെയുള്ള ആളുകൾ അതിനുശേഷം ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് താബിഈ പണ്ഡിതന്മാരിൽ ഫുഖഹാക്കളിൽ ശ്രേഷ്ഠരായിട്ടുള്ള അബു ഇമ്രാൻ ഇബ്രാഹിം ഇബ്നു യസീദ് അൻ-നഖഈ അൽ-കൂഫി, ഇബ്രാഹിം നഖഈ എന്നറിയപ്പെടുന്ന താബിഈങ്ങളിൽ കിബാറായിട്ടുള്ള അദ്ദേഹം പറയുന്നുണ്ട്, കാനു യദ്രിബൂനനാ അല ഷഹാദത്തി വൽ അഹ്ദി വനഹ്നു സിഗാറുൻ. അദ്ദേഹം പറയാണ്, ഞങ്ങൾ കുട്ടികളായിരുന്ന കാലത്ത് ഞങ്ങൾ മുൻപുള്ളവർ അഥവാ സ്വഹാബികളും മറ്റുമെല്ലാം ഞങ്ങളെ അടിക്കാറുണ്ടായിരുന്നു. എന്തിന്? സാക്ഷ്യം പറയുന്നതിലും കരാറുകൾ പാലിക്കുന്നതിലും അലസത കാണിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അതിൽ ശ്രദ്ധ കൊടുക്കാതിരിക്കുന്ന അവസ്ഥ ഞങ്ങളിൽ കണ്ടു കഴിഞ്ഞാൽ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ഞങ്ങളെ അടിക്കാറുണ്ടായിരുന്നു എന്ന് ഇബ്രാഹിം അൻ-നഖഈ റഹിമഹുല്ലാഹ് പറയുകയാണ്. കാരണം അതിന് ഗൗരവം അറിയിക്കാൻ. ഒരു കാര്യത്തിന് സാക്ഷി നിൽക്കുന്നുണ്ടെങ്കിൽ കൃത്യമായ ധാരണയോടുകൂടി ഉറപ്പോടുകൂടി ആയിരിക്കണം. ഒരു കരാറിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ അത് പാലിക്കാനുള്ള ദൃഢതയോടുകൂടി ആയിരിക്കണം. ഒരു സത്യം ചെയ്യുന്നുണ്ട് എങ്കിൽ അത് തീർച്ചയായിട്ടും അത് പാലിക്കുന്ന ഉറപ്പിന്റെ മേലെ ആയിരിക്കണം അങ്ങനെ ചെയ്യേണ്ടത്. അല്ലാതെ അതിൽ അലംഭാവം കാണിക്കുന്ന, അതിൽ തസാഹുൽ കാണിക്കുന്ന രീതിയിൽ ചെയ്യാതിരിക്കാൻ വേണ്ടി അങ്ങനെ ഞങ്ങൾ അനാവശ്യമായിട്ട് എന്തെങ്കിലും ഏർപ്പെട്ടാൽ ഞങ്ങളെ അടിക്കാറുണ്ടായിരുന്നു എന്ന് ഇബ്രാഹിം അൻ-നഖഈ റഹിമഹുല്ലാഹ് പറയാം. അപ്പൊ ഈ ഹദീസിൽ എന്താണ്? കഴിഞ്ഞ ഹദീസ് പോലെ തന്നെ കള്ളസാക്ഷ്യം പറയുന്നതിലോ കള്ളസത്യം പറയുന്നതിലോ യാതൊരു മടിയുമില്ലാതെ ചെയ്യുന്ന ആളുകൾ പിന്നീടുണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഉദ്ദേശിക്കുന്നത് എന്താണ്? സത്യം ചെയ്ത് പറയുന്നത് അനാവശ്യമായ കാര്യങ്ങൾക്ക് പാടില്ല. അതുപോലെ തന്നെ കള്ളം പറയുന്നത് ഗൗരവമുള്ള കാര്യമാണ്. കള്ളമായ കാര്യത്തിൽ പറയുക എന്നുള്ളത് അള്ളാഹുവിൽ സത്യം ചെയ്തിട്ട് വല്ലാഹി എന്ന് പറഞ്ഞിട്ടാണ് കള്ളമായിട്ടുള്ള ഒരു കാര്യത്തിന് ആ സത്യം ചെയ്ത് പറയുന്നത്. അത് അതിലും ഗൗരവമുള്ള ഒരു കാര്യമാണ്. അത് അവന്റെ തൗഹീദിനെ ബാധിക്കുന്ന വിഷയമാണ്. കാരണം അള്ളാഹുവിന് കൊടുക്കേണ്ട തഅദീം വേണ്ട വിധം കൊടുക്കാത്തത് കൊണ്ടാണ് ഈ തരത്തിൽ അവൻ സംസാരിക്കുന്നത്. അതാണ് ഈ ബാബിന്റെ ഗൗരവവും ഈ ബാബ് കിതാബു തൗഹീദിൽ കൊടുക്കാനുള്ള കാരണവും. ഇത്രയും ഹദീസുകളാണ് ഈ ഒരു ബാബിൽ ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിന്റെ ഷറഹിൽ ഇമാം സഅദി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ള, ഇതിന് തഅലീഖായിക്കൊണ്ട് പറഞ്ഞിട്ടുള്ള വിഷയം വായിക്കാം. ബാബു മാ ജാഅ ഫീ കസ്റത്തിൽ ഹലിഫ്, അധികരിച്ചുകൊണ്ട് സത്യം ചെയ്ത് പറയുന്നതുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ. അസ്ലുൽ യമീനി ഇന്നമാ ശുരിഅത് തഅക്കീദൻ ലിൽഅംരി ലിൽമഹ്ലൂഫി അലൈഹി വതഅദീമൻ ലിൽഖാലിഫ്. അസ്ലുൽ യമീൻ, സത്യം ചെയ്ത് പറയുക എന്നുള്ളത്, ഒരു കാര്യത്തിന്റെ മേലെ സത്യം ചെയ്ത് പറയുക എന്നുള്ളത്, ഇന്നമാ ശുരിഅത് തഅക്കീദൻ ലിൽ അംർ,
അതെന്തിനാണ് ആ കാര്യം നിയമമാക്കിയിട്ടുള്ളത്? ഒരു സത്യം ചെയ്ത് പറയുക എന്നുള്ളത് വന്നിട്ടുള്ളത്. അതായത് ദീന് സത്യം ചെയ്ത് പറയേണ്ട ചില സന്ദർഭങ്ങളുണ്ട്. ഒരാൾ ചില വിഷയങ്ങളിൽ തെറ്റ് ചെയ്തതിന് അയാൾക്കെതിരെ ആരോപിക്കപ്പെടുകയാണെങ്കിൽ അയാൾ സത്യം ചെയ്ത് പറയേണ്ട, ഖാദിയുടെ മുമ്പിൽ സത്യം ചെയ്ത് പറയേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഒരാളുടെ മേലെ വേറൊരാൾ ആരോപിക്കുകയാണ്, ആ ആരോപണം സത്യമാണെങ്കിൽ സത്യം ചെയ്ത് പറയേണ്ട സന്ദർഭങ്ങൾ ദീനിന്റെ ശറയിൽ ഒരുപാട് സന്ദർഭങ്ങളിലുണ്ട്. അങ്ങനെ ഇതെന്തിനാണ് ശറഅാക്കപ്പെട്ടിട്ടുള്ളത്? ആ കാര്യത്തെ ഉറപ്പിക്കാനും എന്തിന്റെ മേലെയാണോ ആ സത്യം ചെയ്യപ്പെട്ടിട്ടുള്ളത് അതിനെ ഉറപ്പിക്കാനും വേണ്ടിയിട്ടാണ്. അതുപോലെ തഅ്ളീമൻ ലിൽ ഖാലിഖ്, സൃഷ്ടാവായ അള്ളാഹുവിനെ തഅ്ളീം ചെയ്യാനും. കാരണം അള്ളാഹുവിന്റെ മേലെയാണ് അടിമകൾ സത്യം ചെയ്ത് പറയുക. അപ്പൊ എന്തിന്റെ മേലെയാണോ സത്യം ചെയ്ത് പറഞ്ഞിട്ടുള്ളത്, ആരുടെ മേലെയാണോ സത്യം ചെയ്ത് പറഞ്ഞിട്ടുള്ളത് അതിനെ ഉറപ്പിക്കാനും അള്ളാഹുവിനെ തഅ്ളീം ചെയ്യാനുമാണ് ഈ യമീനിന്റെ ഉദ്ദേശം. വലിഹാദ, അതുകൊണ്ട് തന്നെ വജബ അൻ ലാ യുഹ്ലഫ ഇല്ലാ ബില്ലാഹ്, അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് പിന്നെ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല? സത്യം ചെയ്യാൻ പാടില്ല. വകാനൽ ഹലിഫു ബിഗൈരിഹി മിനശ്ശിർക്ക്, അള്ളാഹു അല്ലാതെ മറ്റെന്തിനെങ്കിലും വിളിച്ചുകൊണ്ട് സത്യം ചെയ്യുക എന്നുള്ളത് ഷിർക്കാണ്, അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്. വമിൻ തമാമി ഹാദൽ അദീമി അല്ലാ യഹ്ലിഫ ബില്ലാഹ് ഇല്ലാ സ്വാദിഖൻ, അതുകൊണ്ട് തന്നെ ഈ ഒരു മഹത്വം അള്ളാഹു സുബ്ഹാനഹുവതആലയ്ക്ക് നൽകേണ്ടത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഇതിന്റെ ഗൗരവം ഇത്ര വലുതായതുകൊണ്ട് തന്നെ ഒരാൾ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരാൾ സത്യം ചെയ്ത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. ആ സത്യം ചെയ്ത് പറയുന്നത് സത്യസന്ധമായി കൊണ്ടായിരിക്കണം. കളവായ വിഷയങ്ങളിൽ അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് സത്യം ചെയ്ത് പറയാൻ പാടില്ല. വമിൻ തമാമി ഹാദ തഅദീം അൻ യഹ്തരിമ ഇസ്മഹു ومن تمام هذا التعليم أن يحترم اسمه العظيم عن كثرة الحلف والكذب, അതുകൊണ്ട് തന്നെ ഈ ഒരു മഹത്വം പരിപൂർണമായി നൽകുന്നതിന്റെ ഭാഗമാണ് അമിതമായി കൊണ്ട് സത്യം ചെയ്ത് പറയുക. അള്ളാഹുവിന്റെ നാമത്തിന് കൊടുക്കേണ്ട തഅ്ലീമിൽപ്പെട്ടതാണ് അമിതമായി സത്യം ചെയ്ത് പറയൽ ഒഴിവാക്കുക എന്നുള്ളതും, അതുപോലെ കളവായ കാര്യങ്ങളിൽ സത്യം ചെയ്ത് പറയുന്നത് ഒഴിവാക്കലും. വകസ്റത്തുൽ ഹലിഫ് തുനാഫി അത്തഅ്ദീം അല്ലദീ ഹുവ റൂഹുത് തൗഹീദ്, അധികമായി ഒരാൾ അള്ളാഹു സത്യം ചെയ്ത് പറയുക എന്നുള്ളത് അള്ളാഹുവിന് കൊടുക്കേണ്ട തഅ്ദീമിനെ, മഹത്വത്തെ അതിനെതിരായിട്ടുള്ള കാര്യമാണ്. അതിനെ ന്യൂനതമാക്കുന്ന, അതിനെ ഇല്ലാതാക്കുന്ന ഒരു കാര്യമാണ്. കാരണം അത് റൂഹ് തൗഹീദാണ്. അള്ളാഹുവിനെ തഅ്ലീം ചെയ്യുക എന്നുള്ളത് തൗഹീദിന്റെ റൂഹാണ്. അതുകൊണ്ട് തന്നെ അതിനെതിരാകുന്ന കാര്യമാണ് അമിതമായി അള്ളാഹുവിന്റെ നാമം പറഞ്ഞുകൊണ്ട് സത്യം ചെയ്തു പറയലും കളവായ കാര്യങ്ങളിൽ സത്യം ചെയ്തു പറയലും. അതുകൊണ്ട് തന്നെ ഒരു മുവഹിദ് അത് ഒഴിവാക്കേണ്ടതാണ്. കാരണം അള്ളാഹുവിനെ തഅ്ലീം ചെയ്യുക എന്നുള്ളത് തൗഹീദിന്റെ റൂഹാണ്. അതാണ് അതിന്റെ ഗൗരവം. അപ്പൊ ആ ബാബിന്റെ പ്രസക്തി എന്താണ്? അത് അമിതമായി സത്യം ചെയ്ത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക, ഒരാവശ്യമില്ലാത്ത നിസ്സാരമായ കാര്യങ്ങൾ. ചില ആളുകൾക്ക് അങ്ങനെ ഒരു സ്വഭാവം കാണാം. നിസ്സാരമായ കാര്യങ്ങളിൽ വെറുതെ അള്ളാഹുവിനെ പറഞ്ഞുകൊണ്ട് സത്യം ചെയ്ത് പറയൽ അത് അള്ളാഹുവിന് കൊടുക്കേണ്ട തഅ്ലീമിന്റെ തഅ്ലീമില്ല, അതിൽ കുറവുണ്ട് എന്നറിയിക്കുന്ന കാര്യമാണ്. അടുത്ത ബാബു മാ ജാഅ ഫീ ദിമ്മത്തില്ലാഹി വദിമ്മത്തി നബിയിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മാ ജാഅ ഫീ ദിമ്മത്തില്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സംരക്ഷണവും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇവിടെ യഥാർത്ഥത്തിൽ ഈ ബാബിൽ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യം കരാറുകൾ പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. അഥവാ അള്ളാഹു സുബ്ഹാനഹു വതആലയെ സാക്ഷിയായിക്കൊണ്ട് അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയെ പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന് കൊടുക്കേണ്ട തഅ്ലീമിന്റെ ഭാഗമായി തന്നെ ആ കരാറുകൾ പൂർത്തീകരിക്കണം എന്നുള്ളതാണ് ഈ ബാബിന്റെ ഉദ്ദേശം. എന്താണ് പിന്നെ ദിമ്മത്തുല്ലാഹ് വദിമ്മത്തു നബീഹി എന്ന് പ്രത്യേകം കൊടുക്കാനുള്ള കാരണം കൂടുതൽ ആ കരാറിനെ പാലിക്കേണ്ട ഒരു മേഖലയാണ് ദിമ്മത്തുല്ലാഹ് അല്ലെങ്കിൽ ദിമ്മത്തു നബീഹി. എന്താണ് ദിമ്മത്തുല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ സംരക്ഷണം അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംരക്ഷണം എന്നാണ് അതിന്റെ ഉദ്ദേശം. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു നാട്ടിൽ ഇസ്ലാമിക ഭരണം നടക്കുകയാണെന്ന് വിചാരിക്കുക, മുസ്ലിമീങ്ങൾ ഭരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ ആ നാട്ടിൽ അഹ്ലുൽ കിതാബുകാരോ മജൂസികളോ, ജുംഹൂറായ പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം അഹ്ലുൽ കിതാബുകളോ മജൂസികളോ ആയിട്ടുള്ള ആളുകൾക്ക് അവിടെ ജീവിക്കാനുള്ള അവകാശം നൽകപ്പെടും. അവർ ജിസിയ നൽകുകയാണെങ്കിൽ അവരുടെ വിശ്വാസം ആചരിച്ചുകൊണ്ട് തന്നെ മുസ്ലിം ഭരണകൂടത്തിന്റെ കീഴിൽ അവർക്ക് ജീവിക്കാനുള്ള അനുവാദം ഉണ്ടാകും. അങ്ങനെയുള്ള ആളുകളെ അഹ്ലു ദിമ്മ എന്ന് പറയും, ദിമ്മികൾ എന്ന് പറയും. ദിമ്മത്ത് ലഭിച്ച ആളുകൾ അവർക്ക് എന്താണ്?
അവരെ അന്യായമായി അവരെ ഉപദ്രവിക്കുകയോ അവരെ സമ്പത്ത്, കാരണം അവരുടെ രക്തവും അവരുടെ സമ്പത്തും എല്ലാം സംരക്ഷിക്കപ്പെടണം. അവർ കാഫിറാണ് അല്ലെങ്കിൽ അവർ മുസ്ലിങ്ങളുടെ കീഴിലാണ് അവർ ജീവിക്കുന്നതിന്റെ പേരിൽ അവരോട് അനീതി കാണിക്കാൻ പാടില്ല. ഗൗരവമായ ഹദീസുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ദിമ്മികളായിട്ടുള്ള ആളുകളോട് അനീതി കാണിക്കുന്നവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ ഞാൻ അവർക്കെതിരാകും. അഥവാ മുസ്ലിമീങ്ങൾക്ക്, അവരോട് കാഫിറുകളാണ് പക്ഷെ ദിമ്മികളാണ്, അങ്ങനെയുള്ള ആളുകളോട് അനീതി കാണിക്കുന്നവരോട് ഞാൻ എതിരാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സ്വർഗത്തിന്റെ ഗന്ധം പോലും ലഭിക്കുന്നില്ല എന്നുള്ള ആശയത്തിലെല്ലാം ഹദീസുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. കാരണം അവർ ജിസ്യ നൽകിക്കൊണ്ട് ഇസ്ലാമിന്റെ ഭരണകൂടത്തിലുള്ളതാണ്. അപ്പോൾ അവർ ജിസ്യ വാങ്ങിക്കഴിഞ്ഞാൽ ആ ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമാണ് അവർക്ക് സംരക്ഷണം നൽകണം. അത് അള്ളാഹുവിന്റെ സാക്ഷി നിർത്തിയുള്ള ദിമ്മത്താണ്. അള്ളാഹുവും അവന്റെ റസൂലും അവർക്ക് നൽകിയിട്ടുള്ള സംരക്ഷണമാണത്. അതിനെ മറ്റൊരു മുസ്ലിം ലംഘിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോട് ആ വിഷയത്തിൽ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അള്ളാഹുവിനെ സാക്ഷി നിർത്തിയിട്ടുള്ള കരാറിന്റെ ലംഘനമാണ്. അതായത് ഒരു മുസ്ലിം നാട്ടിൽ ഈ ദിമ്മികൾ അവർ നിൽക്കുന്നു, അവർ ജിസിയ നൽകുന്നു, അവർക്ക് സംരക്ഷണം നൽകാമെന്നുള്ള കരാറുണ്ട്. ആ കരാർ എന്താണ്? യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് അള്ളാഹുവിനെ അവന്റെ റസൂലിനെ പഠിപ്പിച്ചതനുസരിച്ചുകൊണ്ട് ആ സംരക്ഷണം അവർക്ക് നൽകുമെന്നുള്ളതാണ്. എന്നാൽ ഇതിനെതിരായിക്കൊണ്ട് ഒരു മുസ്ലിം ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത് എന്താണ്? അള്ളാഹുവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഒരു കരാർ ചെയ്തിട്ട് അതിനെ ലംഘിക്കലാണ്. അതിന്റെ ഗൗരവം കൂടുതലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സാക്ഷിയാക്കിക്കൊണ്ട് ഒരു കരാർ ചെയ്തിട്ട് ആ കരാർ ലംഘിക്കുക എന്നുള്ളത് കൂടുതൽ ഗൗരവമുള്ള കാര്യമാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അള്ളാഹുവിന് ചെയ്യുന്ന തഅദീമിൽ കുറവുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ ഈ ബാബിന്റെ പ്രധാന ഉദ്ദേശം അഹ്ദ്, കരാറുകൾ പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ ആയത്ത് അതിനെ അറിയിക്കുന്നതാണ് ഈ ബാബിൽ കൊടുത്തിട്ടുള്ളത്. വഖൗലില്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഔഫൂ ബിഅഹ്ദില്ലാഹി ഇദാ ആഹദ്തും വലാ തൻഖുദുൽ അയ്മാന ബഅദ തൗകീദിഹാ വഔഫൂ ബിഅഹ്ദില്ലാഹി. അള്ളാഹുവിനെ കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന കരാറുകൾ നിങ്ങൾ പൂർത്തീകരിക്കുക. ഇദാ ആഹദ്തും, നിങ്ങളൊരു കരാർ ചെയ്യാൻ, ആ കരാറിൽ അള്ളാഹുവിനെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് ആ കരാർ നിങ്ങൾ ചെയ്തിട്ട് അത് നിങ്ങൾ പൂർത്തീകരിക്കണം. വലാ തൻഖുദുൽ അയ്മാന ബഅദ തൗകീദിഹാ, ഒരു കാര്യത്തെ ഇങ്ങനെ സത്യം ചെയ്ത് പറഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യരുത്? നിങ്ങൾ അത് ലംഘിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. ആയത്തിന് തുടർച്ച കാണാം. സൂറത്തുൽ നഹ്ലിലെ 91-ാമത്തെ ആയത്താണ്. വഖദ് ജഅൽതുമുല്ലാഹ അലൈക്കും കഫീല ഇന്നല്ലാഹ യഅലമു മാ തഫ്അലൂൻ. അള്ളാഹുവിനെ നിങ്ങളുടെ മേലൊരു കഫീലാക്കി നിങ്ങൾ വെച്ചതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ പ്രവർത്തിക്കുന്നത് അറിയുന്നവനാണ് എന്ന് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഒരു കരാർ നമ്മൾ ഏർപ്പെട്ടു. അപ്പൊ അള്ളാഹുവാണ് അല്ലെങ്കിൽ അള്ളാഹുവിനെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് ആ കരാർ നമ്മൾ ഏർപ്പെടുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ കരാർ പൂർത്തീകരിച്ചിരിക്കണം. അതിൽ വീഴ്ച വരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അള്ളാഹുവിന് കൊടുക്കുന്ന തഅദീമിൽ വീഴ്ച വരുത്തലാണ്. അത് അവന്റെ തൗഹീദിന്റെ കുറവാണ്. അതുകൊണ്ടാണ് ഈ ബാബ് കിതാബു തൗഹീദിൽ കൊടുത്തിട്ടുള്ളത്. കിതാബു തൗഹീദിൽ ഈ ബാബിന്റെ പ്രസക്തി അള്ളാഹുവിന് കൊടുക്കേണ്ട തഅദീമിൽ വീഴ്ച വരുത്തുക എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ബാബിൽ ഇമാം സഅദി റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ അവന്റെ തൗഹീദിന്റെ കുറവ് കൊണ്ട് മാത്രമാണ് അവനത് ചെയ്യുന്നത്. ഈ ബാബിലെ അടുത്തൊരു ഹദീസ് ഈ വിഷയത്തെ ഒന്നുകൂടിയും ഊന്നി പറയുന്ന അല്ലെങ്കിൽ എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശമെന്ന് കൂടുതൽ വ്യക്തമാക്കുന്ന ഒരു ഹദീസാണ്. അൻ ബുറൈദത റളിയല്ലാഹു അൻഹു ഖാല كان رسول الله صلى الله عليه وسلم إذا أمر أميرا على جيش أو سرية. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു യുദ്ധ സൈന്യത്തിന് വേണ്ടി ഒരു അമീറിനെ നിയമിക്കുന്ന സമയത്ത്, ഒരു അമീറിനെ ആക്കുകയാണ്, യുദ്ധത്തിന് വേണ്ടി സൈന്യത്തെ പറഞ്ഞയക്കുമ്പോൾ ഒരു അമീറിനെ തീരുമാനിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ അമീറിനെ ആക്കുമ്പോൾ ആ അമീറിനോട് ചില കാര്യങ്ങൾ പറയാറുണ്ട്. അതിൽപ്പെട്ടതാണ് ഔസാഹു ബി തഖ്വല്ലാഹി തആല, അള്ളാഹുവിനെ സൂക്ഷിക്കണം. തഖ്വ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമീറിനെ വസിയത്ത് ചെയ്യാറുണ്ട്. വമൻ മഅഹു മിനൽ മുസ്ലിമീന ഖൈറൻ, അതുപോലെ ആ അമീറിന്റെ കീഴിലായിക്കൊണ്ട് അയക്കുന്ന മുസ്ലിമീങ്ങൾ അവരുടെ വിഷയത്തിലും ഖൈറായത് ചെയ്യണം, ഖൈറായ നിലക്ക് നിൽക്കണമെന്നും വസിയത്ത് ചെയ്യാറുണ്ട്. ഫഖാല, അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യത്തിന്റെ നേതാവിനോട് പറയും, ഉഖ്സൂ ബിസ്മില്ലാ, അള്ളാഹുവിന്റെ നാമം കൊണ്ട് നിങ്ങൾ യുദ്ധം ചെയ്യുക. ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ. ഖാതിലൂ മൻ കഫറ ബില്ലാഹ്, അള്ളാഹുവിൽ കുഫ്ർ കാണിക്കുന്ന ആളുകളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക. ഉഖ്സൂ വലാ തഗുല്ലൂ, നിങ്ങൾ യുദ്ധം ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യരുത്? ഗുലൂൽ എന്ന് പറഞ്ഞാൽ ഗനീമത്ത് സ്വത്തിൽ നിന്ന്
നിങ്ങൾക്ക് അർഹതയില്ലാത്ത നിങ്ങൾ എടുക്കാൻ പാടില്ല. അഥവാ ഗനീമത്ത് സ്വത്ത് വീതിച്ചു കൊടുക്കുന്നതിന് മുമ്പ് അതിൽ നിന്ന് നിങ്ങൾ ഒന്നും എടുക്കരുത്. അതാണ് തഗുല്ലു എന്ന് പറഞ്ഞാൽ. വലാ തഗ്ദിറു, തഗ്ദീറു എന്ന് പറഞ്ഞാൽ ഈ അഹ്ദുകൾ, കരാറുകൾ ലംഘിക്കരുത്, അതിൽ ചതിയും വഞ്ചനയും കാണിക്കരുത്. വലാ തുമസ്സിലു, നിങ്ങൾ തുമസ്സിലു എന്ന് പറഞ്ഞാൽ വികൃതമാക്കരുത്. അഥവാ ഒരു യുദ്ധസമയത്ത് ശത്രുവിനെ ഏറ്റുമുട്ടുന്ന സമയത്ത് ശത്രുവിനെ വധിക്കാം. ഒരു ശത്രു ആക്രമിക്കാൻ വരുന്ന സമയത്ത് ശത്രുവിനെ വധിക്കാം. പക്ഷേ ആ ശത്രുവിനെ കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വധിച്ചു കഴിഞ്ഞാൽ തന്നെ മറ്റുള്ള ആളുകൾ, ശത്രുക്കൾ പൊതുവെ ചെയ്യുന്ന ചില കാര്യങ്ങളാണ് കാത് മുറിച്ച് കളഞ്ഞ്, കൈയും കാലും മുറിച്ച് കളഞ്ഞ്, കണ്ണ് ചൂഴ്ന്നെടുത്ത് അങ്ങനെയൊക്കെ വികൃതമാക്കും. ആ നിലയ്ക്ക് എന്ത് ചെയ്യരുത്, നിങ്ങൾ ചെയ്യരുത്. ദീനിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ കൊല്ലുകയാണെങ്കിൽ അതൊരു മൃഗത്തെ ആവട്ടെ, ജിഹാദിന്റെ സമയത്ത് ശത്രുക്കളെ ആവട്ടെ, ഇഹ്സാനോട് കൂടി ചെയ്യണം, നല്ല രീതിയിൽ ചെയ്യണം. അല്ലാതെ വികൃതമാക്കുന്ന ഒരു അവസ്ഥ നിങ്ങൾ ചെയ്യരുത്. വലാ തഖ്തുലു വലീദൻ, കുട്ടികളെ നിങ്ങൾ കൊല്ലരുത്. അഥവാ പ്രായപൂർത്തിയെത്താത്ത കുട്ടികളെയും സ്ത്രീകളെയും അവരിങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വരുന്നില്ല എങ്കിൽ അവരെ കൊല്ലരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിഹാദിന് പോകുന്ന അല്ലെങ്കിൽ യുദ്ധത്തിന് പോകുന്ന ആളുകളോട് പറയാറുണ്ട്. അത് പെട്ടതാണ് ചെറിയ പ്രായപൂർത്തിയെത്താത്ത കുട്ടികൾ, അതുപോലെ സ്ത്രീകൾ. അവർ യുദ്ധം ചെയ്യുന്നില്ല എങ്കിൽ, അവരിങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വന്നാൽ അവരെ വധിക്കാം, അതല്ലാതെ ഒരു സന്ദർഭത്തിൽ അവരെ വധിക്കരുത് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്. എന്നിട്ട് പറഞ്ഞാണ് വൈദാ ലഖൈത അദുവക മിനൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളിൽപ്പെട്ട യുദ്ധ സന്ദർഭത്തിൽ മുശ്രിക്കീങ്ങളിൽപ്പെട്ട നിന്റെ ശത്രുവിനെ നീ കണ്ടുമുട്ടിയാൽ ഫദ്ഉഹും ഇലാ സലാസി ഖിലാലിൻ ഔ ഖിസാലിൻ, 3 കാര്യങ്ങളിലേക്ക് അവരെ ക്ഷണിക്കണം. 3 കാര്യങ്ങളാണ് അവരോട് പറയേണ്ടത്. അഥവാ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കീഴിൽ കൊണ്ട്, അമീറിന്റെ കീഴിലായിക്കൊണ്ട് മുശ്രിക്കീങ്ങളുടെ നാട്ടിലേക്ക് അല്ലെങ്കിൽ മുശ്രിക്കീങ്ങളിലേക്ക് യുദ്ധത്തിന് പോകുമ്പോൾ മുസ്ലിമീങ്ങൾക്ക് അവരോട് പറയാനുള്ളത് 3 കാര്യങ്ങളാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് 3 കാര്യങ്ങളിലേക്ക് അവരെ ക്ഷണിക്കുക. ഫഅയ്യതുഹുന്ന മാ അജാബുക ഫഖ്ബൽ മിൻഹും, അതിലേതാണോ അവർ സ്വീകരിക്കുന്നത്, അവർ ഏതിനാണോ തയ്യാറാകുന്നത് അത് അവരിൽ നിന്ന് നിങ്ങൾ സ്വീകരിക്കുക. വകുഫ അൻഹും, അതിനനുസരിച്ച് അവരോട് നിൽക്കുകയും ചെയ്യുക. സുമ്മ ദുഉഹും ഇലൽ ഇസ്ലാം, എന്നിട്ട് എന്താണ് ആദ്യം ചെയ്യേണ്ടത്, എന്താ, അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക. ഇപ്പൊ മുശ്രിക്കീങ്ങളുടെ ഒരു നാടാണ്, ഇത് മുശ്രിക്കീങ്ങളാണ്. ഇസ്ലാമിക സൈന്യം, മുസ്ലിം സൈന്യം യുദ്ധത്തിന് പോയി. അങ്ങനെ അവരുമായി യുദ്ധത്തിന് ചെന്ന് നിൽക്കുമ്പോൾ എന്തിനാ ഈ ജിഹാദിന്റെ ഉദ്ദേശം എന്താണ്? ജിഹാദ് ദഅവത്തിനുള്ള ഒരു മാർഗ്ഗമാണ്. ജിഹാദിന്റെ പ്രധാന ഉദ്ദേശം ദഅവത്താണ്. ദഅവത്തിനായി ജിഹാദ് എന്നുള്ളത് ദഅവത്തിന്റെ ഒരു മാർഗ്ഗമാണ്. അപ്പൊ ആദ്യത്തെ ഉദ്ദേശം എന്താണ്? അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക. എന്താണ് ഇസ്ലാം? ഷഹാദത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, ഇസ്ലാമിലേക്ക് അവരെ ക്ഷണിക്കുക. എന്നിട്ട് പറഞ്ഞു ഫൈൻ അജാബുക ഫഖ്ബൽ മിൻഹും, അതിനവർ തയ്യാറാണ് എങ്കിൽ അത് അവരിൽ നിന്ന് സ്വീകരിക്കുക. ഒരു നാട്ടിൽ മുശ്രിക്കീങ്ങൾ അവരോട് ഇസ്ലാമിലേക്ക് സ്വീകരിക്കാൻ പറഞ്ഞു, അവർ തയ്യാറാണെങ്കിൽ അവരെ ആ നിലയ്ക്ക് സ്വീകരിക്കുക. ثم دعهم الى التحول من دارهم الى دار المهاجرين, എന്നിട്ട് അവരോട് പറയുക, അവരോട് ഹിജ്റ ചെയ്യാൻ പറയുക. മുസ്ലിമീങ്ങൾ അധികമായി താമസിക്കുന്ന അന്ന് മദീന പോലെയുള്ള ആ നാട്ടിലേക്ക്, മുഹാജിറുകളുടെ നാട്ടിലേക്ക് വരാൻ പറയുക. വഅഖ്ബിർഹും അന്നഹും ഇൻ ഫഅലു ദാലിക്, എന്നിട്ട് അവരോട് അറിയിക്കുക, അവരങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഫലഹും മാ ലിൽ മുഹാജിരീൻ വഅലൈഹിം മാ അലിൽ മുഹാജിരീൻ, ഹിജ്റ ചെയ്തവർക്കുള്ള പ്രതിഫലം എന്താണോ അത് അവർക്കും ഉണ്ടാകും, അവരുടെ മേലെയുള്ള ബാധ്യതകളും കടമകളും എന്താണോ അത് അവർക്കും ഉണ്ടാകും. ഫൈൻ അബൗ അയ്യതഹവ്വലു മിൻഹ, ഇനി അവരുടെ നാട്ടിൽ നിന്ന് അവർ മാറി താമസിക്കാൻ, അവർ ഹിജ്റ ചെയ്യാൻ തയ്യാറല്ല എങ്കിൽ ഫഖ്ബിർഹും അന്നഹും യകൂനൂന കഅറാബിൽ മുസ്ലിമീൻ, അവരെ അറിയിക്കുക, നിങ്ങൾ ഹിജ്റ ചെയ്ത് മദീനയിൽ പട്ടണത്തിലേക്ക് വരുന്നില്ല എങ്കിൽ നിങ്ങളുടെ അവസ്ഥ അറാബികളായിട്ടുള്ള മുസ്ലിമീങ്ങളുടെ പോലെയാണ്. അഥവാ അറാബികളായിട്ടുള്ള മുസ്ലിമീങ്ങൾക്ക് ഇൽമു കുറവായിരിക്കും, കാരണം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം കൂടുതൽ സഹവസിക്കുന്നില്ല, അതുപോലെ തന്നെ ജിഹാദിനോ മറ്റോ കൂടുതൽ പങ്കെടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അറിവും ദീനും എല്ലാം കുറവായിരിക്കും അറാബികൾക്ക്. അപ്പൊ അതുപോലെ ആയിരിക്കും നിങ്ങളുടെയും അവസ്ഥ എന്ന് പറയുക. യജ്രി അലൈഹിം ഹുക്മുല്ലാഹി അല്ലദീ യജ്രി അലൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ മേലെയുള്ള അള്ളാഹുവിന്റെ വിധി അവരുടെ മേലെ ഉണ്ടാകും. അഥവാ ഹലാലും ഹറാമും നിയമങ്ങളും ദീന നിയമങ്ങളൊക്കെ അവരും അംഗീകരിക്കണം. വലാ യകൂനു ലഹും ഫിൽ ഗനീമത്തി വൽ ഫൈഇ ഷൈഉൻ, പക്ഷേ ഗനീമത്തിൽ നിന്നോ ഫൈഇൽ നിന്നോ, ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിമീങ്ങൾ മുശ്രിക്കീങ്ങളുമായിട്ട് യുദ്ധത്തിന് ഉദ്ദേശിച്ചു, പക്ഷേ യുദ്ധം നടക്കുന്നതിന് മുമ്പ് തന്നെ അവർ തോൽവി സമ്മതിച്ച് അവർ നാടുവിട്ടു പോവുകയോ അല്ലെങ്കിൽ അവരുടെ സ്വത്തും സമ്പത്തും വിട്ടേച്ച് പോവുകയാണെങ്കിൽ അങ്ങനെ ലഭിക്കുന്ന സ്വത്തിനാണ് ഗനീമത്ത് തന്നെ, അങ്ങനെ ലഭിക്കുന്ന യുദ്ധമില്ലാതെ ലഭിക്കുന്നതിനാണ് ഫൈ എന്ന് പറയുക. അപ്പൊ അങ്ങനെ കിട്ടുന്നതിൽ നിന്നോ അവർക്കൊരു ഓഹരിയും ഉണ്ടാകില്ല എന്ന് പറയണം. കാരണം അറാബികൾക്ക് നൽകാറില്ല, പട്ടണത്തിലുള്ളവർക്കേ നൽകാറുള്ളൂ.
ഇല്ല അൻ യുജാഹിദു മഅൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളോടൊപ്പം ജിഹാദ് ചെയ്താൽ മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. ചെയ്തിട്ടില്ല എങ്കിൽ ഒരു ഓഹരിയും ലഭിക്കില്ല. ഫൈൻഹും അബു, അതല്ല എങ്കിൽ ഫൈയിൽ നിന്ന് ദരിദ്രരായ ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകാറുണ്ട്. ഫൈൻഹും അബു, ഇനി അവർ മുസ്ലിമീങ്ങളാകാൻ സ്വീകരിക്കുന്നില്ല, ഇസ്ലാം അവർ തയ്യാറാകുന്നില്ല. ഒന്നാമത്തെ കാര്യം ഇസ്ലാമിലേക്ക് ക്ഷണിക്കലാണ്. അതിനവർ തയ്യാറാകുന്നില്ല എങ്കിൽ ഫസ്അൽഹും അൽ ജിസിയത, അവരോട് നീ എന്ത് ചോദിക്കുക? ജിസിയ ചോദിക്കുക. ജിസിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കീഴിൽ താമസിക്കുന്ന അഹ്ലുൽ കിതാബ്, ജൂത നസാറാക്കളോ ചില ഹദീസിൽ മജൂസികളും കൂടി അത് ഉൾക്കൊണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഭൂരിഭാഗം പണ്ഡിതന്മാർ ഇവർക്ക് മാത്രമുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ചില പണ്ഡിതന്മാർ മുശ്രിക്കീങ്ങളും അതിൽ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അല്ലാഹു അലം. പക്ഷേ ഇവർക്ക് മാത്രമാണ് അധിക പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് മുശ്രിക്കീങ്ങളുമായി യുദ്ധം ചെയ്യുക തന്നെ വേണമെന്നാണ് അഭിപ്രായം. എന്നിരുന്നാലും അങ്ങനെ ഇസ്ലാമിക ഭരണകൂടത്തിൽ ജീവിക്കുന്ന ഈ ആളുകൾ ഭരണകൂടത്തിന് നൽകേണ്ട കപ്പത്തിനാണ്, ടാക്സിനാണ് ജിസിയ എന്ന് പറയുന്നത്. ഇത്ര ഒരു അളവിൽ അവർ ജിസിയ നൽകേണ്ടതുണ്ട്. അപ്പൊ അവർ ജിസിയ ആവശ്യപ്പെടുക. അപ്പൊ അവരുടെ മതം ഒന്നാമത് ഇസ്ലാം സ്വീകരിക്കാൻ പറഞ്ഞു, അതിനവർ തയ്യാറല്ല എങ്കിൽ രണ്ടാമത്തെ എന്താണ്? ജിസിയ നൽകണം. നിങ്ങൾക്കിവിടെ ജീവിക്കാം, ഭരണം മുസ്ലിങ്ങളുടെ കീഴിലായിരിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ദീനനുസരിച്ച് ജീവിക്കാം, പക്ഷേ ജിസിയ നൽകണം. ഫൈൻഹും അജാബുക് ഫഖ്ബൽ മിൻഹും വകുഫ് അൻഹും. അതിനവർ തയ്യാറാണ് എങ്കിൽ അവരിൽ നിന്ന് അത് സ്വീകരിക്കുക, അവരെ വേറെ നടപടിയൊന്നും വേണ്ട. ഫൈൻഹും അബൗ, അതിനും അവർ തയ്യാറല്ല എങ്കിൽ, ഒന്ന് ഇസ്ലാം സ്വീകരിക്കുക, രണ്ട് ജിസിയ നൽകുക, അതിനും തയ്യാറല്ല എങ്കിൽ ഫസ്തഇൻ ബില്ലാഹ് വഖാതിൽഹും, അല്ലാഹുവിനോട് സഹായം ചോദിച്ച് അവരോട് യുദ്ധം ചെയ്യാം. മൂന്നാമത്തേത് അവരോട് യുദ്ധം ചെയ്യുക. ഇത് രണ്ടും അവർ തയ്യാറല്ല എങ്കിൽ പിന്നെ യുദ്ധം ചെയ്ത് അവർക്ക് തോൽപ്പിക്കാൻ പറ്റുമെങ്കിൽ അവർ മുസ്ലിങ്ങളെ തോൽപ്പിക്കട്ടെ, അതല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ അവരെ തോൽപ്പിച്ച് ഒന്നുകിൽ അടിമകളായി ബന്ദികളായി കീഴ്പ്പെടുത്തും, അല്ലെങ്കിൽ അവർ യുദ്ധത്തിൽ കൊല്ലപ്പെടും. ഈ അവസ്ഥയാണ് ഉണ്ടാവുക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതാണ് മൂന്ന് കാര്യങ്ങൾ. വൈദാ ഹസർത അഹ്ല ഹിസ്നിൻ, ഇനി ചില സന്ദർഭത്തിൽ ഇപ്പോൾ ബനു ഖുറൈള പോലെ അല്ലെങ്കിൽ ബനു നബീർ പോലെ അങ്ങനെ ചില സന്ദർഭങ്ങളിൽ അവരുടെ കോട്ടക്കകത്ത് അവർ രക്ഷപ്പെടുകയാണ്. വലിയ കോട്ടകൾ ഉണ്ടാവുന്ന കാലത്ത് ചില നാടുകൾ താമസിക്കുമ്പോൾ ആ കോട്ടക്കകത്തേക്ക് പ്രവേശിക്കാൻ ഒരു വഴിയുമില്ലാതെ ആ കോട്ടക്കകത്ത് അവർ നിൽക്കുകയും അതിന്റെ കഥകൾ ഭീമൻ കഥകളായിരിക്കും. അതൊന്നും തുറക്കാൻ പറ്റാത്ത അവസ്ഥയിലെല്ലാം ഒരു രീതിയിലും നിൽക്കാൻ പറ്റാതെ പ്രതിരോധിച്ച് നിൽക്കുകയാണ്. അപ്പൊ കുറെ ദിവസങ്ങൾ ഖിതാൽ ഹസ്ര എന്ന് പറയും. അതാ അങ്ങനെ ജിഹാദ് അവിടെ പ്രതിരോധിച്ചുകൊണ്ടേ നിൽക്കും മുസ്ലിമീങ്ങൾ, ശത്രുക്കൾ പുറത്തു വരാൻ വേണ്ടി. അപ്പൊ അങ്ങനെ പ്രതിരോധിച്ച് നിൽക്കുന്ന അവസ്ഥയാണ് എങ്കിൽ ഫഅറാദൂക, ഇതാണ് നമ്മുടെ ഭാവുമായി ബന്ധപ്പെട്ട വിഷയം കേട്ടോ. ഫഅറാദൂക അൻ തജ്അല ലഹും ദിമ്മത്തല്ലാഹി വദിമ്മത്ത നബിയിഹി, അങ്ങനെ അവർ ഉദ്ദേശിക്കുകയാണ് നിന്റെ അടുക്കൽ, അമീറിനോടാ പറയുന്നത്, യുദ്ധസൈന്യത്തിന് പോകുന്ന അമീറിനോടാ പറയുന്നത്. അവർ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആവശ്യപ്പെടുകയാണ് നിന്നോട് അള്ളാഹുവിന്റെയും നബിയുടെയും ദിമ്മത്ത് നൽകണം, അഥവാ ഞങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് ദിമ്മത്ത് നൽകാൻ അള്ളാഹുവിനെയും നബീനെയും സാക്ഷിയാക്കി, അല്ലെങ്കിൽ അള്ളാഹു നൽകുന്ന അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പന പ്രകാരം നൽകുന്ന ആ നിലക്കുള്ള ഒരു സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമെന്ന വാക്ക് നിന്നോട് ചോദിക്കുകയാണെങ്കിൽ ഫലാ തജ്അൽ ലഹും ദിമ്മത്തല്ലാഹി വദിമ്മത്ത നബിയിഹി, അവർക്ക് നീ എന്ത് ചെയ്യരുത്? അള്ളാഹുവിന്റെയും നബിയുടെയും ദിമ്മത്ത് അവരുടെ സംരക്ഷണം ഉണ്ടാകുമെന്ന് നീ പറയരുത്. വലാകിൻ, പക്ഷെ നീ പറയേണ്ടത് ഇജ്അൽ ലഹും ദിമ്മതക വദിമ്മത അസ്ഹാബിക്, അവരോട് നീ ആക്കി കൊടുക്കേണ്ടത് അമീർ എന്ന നിലക്ക് നിന്റെയും അതുപോലെ തന്നെ നിന്റെ കൂടെയുള്ള സൈന്യത്തിന്റെയും അവരിൽ നിന്നുള്ള സംരക്ഷണവും രക്ഷയൊക്കെ ഉണ്ടാകുമെന്നുള്ള നിലയ്ക്ക് നീ പറയാൻ പാടുള്ളൂ. അഥവാ അള്ളാഹു നൽകുന്ന രീതിയിൽ ഒരു ദിമ്മത്ത്, ഒരു സംരക്ഷണം നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് പറയരുത്. എന്നിട്ട് പറയാണ് ഫൈന്നകും അൻ തുഖ്ഫിറു ദിമമകും വദിമ്മത അസ്ഹാബികും അഹ്വനു മിൻ അൻ തുഖ്ഫിറു ദിമ്മത്തല്ലാഹി വദിമ്മത്ത നബിയിഹി. ഇതാണ് ഈ ബാബിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം. ഫൈന്നകും അൻ തഖ്ഫിറു, തഖ്ഫിറു എന്ന് പറഞ്ഞാൽ നഖ്ബ്, നിങ്ങൾ ഒരു കരാർ ലംഘിക്കലാണ് അല്ലെങ്കിൽ മുറിക്കലാണ്. ദിമമകും വദിമ്മത അസ്ഹാബിക്കും, നിങ്ങളുടെയും അല്ലെങ്കിൽ നിന്റെയും നിന്റെ ഒപ്പമുള്ള ആളുകളും നൽകിയിട്ടുള്ള ഒരു കരാർ ലംഘിക്കലാണ്. അഹ്വനു മിൻ അൻ തുഖ്ഫിറു ദിമ്മത്തല്ലാഹി വദിമ്മത്ത നബിയിഹി, അള്ളാഹുവിന്റെയും അള്ളാഹുവിന്റെ റസൂലിന്റെയും പേരിലുള്ള ഒരു സംരക്ഷണത്തെ, ഒരു കരാറിനെ ലംഘിക്കുന്നതിനേക്കാൾ നിസ്സാരമായിട്ടുള്ളത് അതാണ്. അഥവാ നിങ്ങൾ നൽകിയ ഒരു വാക്ക് ലംഘിക്കലാണ് അതിനേക്കാൾ നിസ്സാരമായത് എന്ന് പറയുക. അതായത് ഒരു ഭാഗം കൂടി ഉണ്ട്, ഇതൊന്ന് പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ഭാഗം കൂടി വെക്കാം, ഒരു ചെറിയ ഭാഗം കൂടി. ഇതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അഖഫു ദർറ എന്ന് പറയും. ഇതിലൊരു കായികയാണ്. രണ്ട് വെറുകൾ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അതിലെന്താണ് ഒരു മുസ്ലിം തിരഞ്ഞെടുക്കേണ്ടത്? അതായത് നിർബന്ധമായിട്ടും രണ്ട് ഷെർ അവിടെ ഉണ്ടാവും.
നിർബന്ധമായിട്ട് 2 ദോഷം അവിടെ ഉണ്ടാവും. അതിന് ഒഴിവാക്കാൻ ഒരു വഴിയില്ല. പിന്നെ നമുക്ക് എന്താ ഓപ്ഷനുള്ളൂ? അതിൽ ഏറ്റവും കുറഞ്ഞത് എടുക്കുക എന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഈ ശത്രുക്കൾ തടവിലായിക്കൊണ്ട് അവരവരുടെ കോട്ടക്കകത്ത് നിൽക്കുകയാണ്. അപ്പൊ അവർ പുറത്തേക്ക് വരാം, നിങ്ങൾ എന്ത് നൽകണം? അള്ളാഹുവിന്റെ പേരിൽ അല്ലെ അള്ളാഹുവിന്റെ റസൂലിന്റെ അംഗീകാരത്തോടു കൂടി നൽകുന്ന രക്ഷ ഞങ്ങൾക്ക് നൽകുമെന്നുള്ള ഉറപ്പ് നൽകണം. അതാണ് ദിമ്മത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അവർ ആവശ്യപ്പെടുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, നിങ്ങൾ എന്ത് ചെയ്യരുത്? അങ്ങനെ കൊടുക്കരുത്, അങ്ങനെ പറയരുത്. പകരം നിങ്ങൾ എന്ത് പറയുക? എന്റെയും അഥവാ അമീറിന്റെയും ഞങ്ങൾ ആ സൈന്യത്തിന്റെയും രക്ഷ ഉണ്ടാകും. ഞങ്ങൾ എന്ത് ചെയ്യില്ല, നിങ്ങൾ ഉപദ്രവിക്കൂല, നിങ്ങൾ വേറെ ഒന്നും ചെയ്യൂല എന്ന നിലക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പറയാം. അതിലുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അള്ളാഹുവിനെ പറഞ്ഞുകൊണ്ട് ആ കരാർ അവിടെ ചെയ്തിട്ട് ആ കുഫാറുകളെ വിശ്വസിക്കാനൊന്നും പറ്റില്ല. അവരെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിച്ച് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. അങ്ങനെ സമയത്ത് ആ കരാറ്, അള്ളാഹുവിന്റെ പേര് പറഞ്ഞ കരാറ് ലംഘിക്കുന്നതിനേക്കാൾ നിസ്സാരം എന്താണ്? അവനവന്റെ രണ്ടും തെറ്റാണ്, കരാർ ലംഘിക്കാൻ പാടില്ല. പക്ഷേ അള്ളാഹുവിനെ പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു കരാർ ലംഘിക്കുന്നതിനേക്കാൾ ഗൗരവം കുറഞ്ഞ എന്താണ്? അവനവൻ സ്വന്തം പറഞ്ഞ കരാറ് ലംഘിക്കലാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞത്? കാരണം യുദ്ധത്തിന്റെ സാഹചര്യമാണ്, എന്തുണ്ടാവുക, ചിലപ്പോൾ ലംഘിക്കേണ്ട ഒരു സന്ദർഭം അവിടെ വന്നേക്കാം. അതുകൊണ്ട് പക്ഷേ അള്ളാഹുവിന് കൊടുക്കേണ്ട തഅദീം അപ്പോൾ പോലും നൽകണം എന്നുള്ളത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞത്? അള്ളാഹുവിന്റെ ദിമ്മത്ത് നൽകാമെന്ന് നിങ്ങൾ പറയരുത്, നീ നിന്റെയും നിന്റെ ഒപ്പമുള്ള ആളുകളെയും നൽകാമെന്ന് പറയുക. ഇതേപോലെ തന്നെ മറ്റൊന്ന്, വൈദാ ഹസർത അഹ്ല ഹിസ്നിൻ ഫഅറാദൂക അൻ തുൻസിലഹും അലാ ഹുക്മില്ലാ. അതുപോലെ തന്നെ അവർ ആവശ്യപ്പെടുകയാണ്, ഈ കോട്ടക്കകത്ത് നിൽക്കുന്ന ആളുകൾ അവർ പറയുകയാണ്, അള്ളാഹുവിന്റെ വിധി ഞങ്ങളുടെ മേൽ നടപ്പിലാക്കണം, അള്ളാഹുവിന്റെ തീരുമാനം നടപ്പിലാക്കണം എന്ന് പറയുകയാണെങ്കിൽ, ഫലാ തുൻസിലഹും അലാ ഹുക്മില്ലാ, നിങ്ങൾ എന്ത് ചെയ്യരുത്? ഫലാ തുൻസിൽഹും അലാ ഹുക്മില്ലാ, അള്ളാഹുവിന്റെ വിധിയുടെ മേലോടെ തീരുമാനം പറയരുത്, ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണെന്ന് പറഞ്ഞ് നടപ്പിലാക്കരുത്. വലാകിൻ അൻസിൽഹും അലാ ഹുക്മിക്, പക്ഷെ നീ പറയേണ്ടത് എന്താണ്? ഇത് എന്റെ തീരുമാനമാണ്, സൈന്യത്തിന്റെ അമീർ എന്ന നിലക്ക് എന്റെ തീരുമാനമാണെന്ന് നിൽക്കാ പറയേണ്ടത്. ഫഇന്നക ലാ തദ്രി അതുസീബു ഹുക്മല്ലാഹി ഫീഹിം അം ലാ, കാരണം നിനക്കറിയില്ല നീ എടുക്കുന്ന തീരുമാനവും അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനവും ഒന്ന് തന്നെയാകുമോ എന്ന് നിനക്കറിയില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞത്, ഏതെങ്കിലും ഒരു വിധി പറഞ്ഞുകൊണ്ട് അവിടെ തീരുമാനമാക്കേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ വിധിയാണ് എന്ന നിലക്ക് നീ പറയരുത്, നീ നിന്റെ തീരുമാനമാണ് എന്ന നിലക്ക് വേണം അത് പറയാൻ വേണ്ടി, അഥവാ നിന്റെ ഇജ്തിഹാദാണ് എന്ന നിലക്ക് വേണം അത് പറയാൻ വേണ്ടിയിട്ട്. കാരണം ആ തീരുമാനം അബദ്ധവശാൽ എന്തെങ്കിലും അബദ്ധം നിന്റെ ഭാഗത്ത് സംഭവിച്ചു, കാരണം സ്വഹാബിക്ക് വഹിയൊന്നും ഇറങ്ങുന്നില്ല, അപ്പൊ അബദ്ധം ചെയ്തു പോയി, അത് അള്ളാഹുവിന്റെ തീരുമാനത്തിന് ആണ് എന്ന നിലക്ക് തെറ്റ് പറ്റാതിരിക്കാനാണ് അങ്ങനെ. ഇപ്പൊ ബനൂ ഖുറൈളയുടെ മേലെ സഅദ് റളിയല്ലാഹുവിന്റെ തീരുമാനമാണ് നബി നടപ്പിലാക്കിയത്. പക്ഷേ സഅദ് റളിയല്ലാഹുവിന്റെ തീരുമാനം ചോദിക്കുമ്പോൾ തന്നെ, അത് നടപ്പിലാവുമ്പോൾ തന്നെ നബി പറഞ്ഞു, ഇത് അള്ളാഹു തആലയുടെ വിധിയാണ്, അള്ളാഹു ഇത് തന്നെയാണ് ഉദ്ദേശിച്ചത് എന്ന നിലക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതേപോലെ നീ അള്ളാഹുലേക്ക് ചേർത്തി പറഞ്ഞൊരു അബദ്ധം വരണ്ട എന്ന നിലക്ക് നിന്റെ തീരുമാനമാണ് എന്ന നിലക്ക് നടപ്പിലാക്കിയാൽ മതി എന്ന് ആ സൈന്യത്തിന്റെ അമീറിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാറുണ്ട്. അപ്പൊ ഈ ഒരു ഹദീസിൽ പ്രധാനമായും 3 കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, മുസ്ലിമീങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ, മുശ്രിക്കുകളുമായി യുദ്ധത്തിന് പോകുമ്പോൾ 3 കാര്യങ്ങളാണ് അവരോട് ആവശ്യപ്പെടുക. ഒന്നുകിൽ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ പറയും, അതിനവർ തയ്യാറായി കഴിഞ്ഞാൽ അവർ സ്വീകരിക്കും. അവരോട് മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുഹബത്ത് ലഭിക്കുന്ന അല്ലെങ്കിൽ ഹിജ്റ ചെയ്ത് വരാൻ പറയും ആ നാടിൽ നിന്ന്. അതിന് തയ്യാറായില്ലെങ്കിൽ അവർക്ക് മുസ്ലിമീങ്ങളുടെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് അവർക്ക് അവിടെ ജീവിക്കാവുന്നതാണ്. അതല്ല എങ്കിൽ അവർ ജിസിയ നൽകണം, മുസ്ലിമീങ്ങൾ അവർക്ക് സംരക്ഷണം നൽകും, പക്ഷെ ആ രാജ്യത്ത് അവർ ജീവിക്കണമെങ്കിൽ ജിസിയ നൽകണം. അതിന് തയ്യാറല്ലെങ്കിൽ അവരുമായിട്ട് യുദ്ധമാണ് മൂന്നാമത് ഉണ്ടാവുക. ഇനി അവർ ഏതെങ്കിലും ഈ കോട്ടക്കകത്ത് എല്ലാം നിന്ന്, അതിന് ഖിതാൽ ഹിസാർ എന്ന് പറയും, അങ്ങനെയുള്ള യുദ്ധങ്ങൾക്ക് അങ്ങനെ ചെയ്യുന്ന സന്ദർഭത്തിൽ അവർ എന്തെങ്കിലും ആവശ്യപ്പെടുകയാണ്, അള്ളാഹുവിന്റെ രക്ഷ നൽകണം അല്ലെങ്കിൽ ദിമ്മത്തുള്ള അങ്ങനെ ആ നിലക്ക് ആവശ്യപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യരുത്? നീ നൽകരുത്. അമീറിനോട് പറയാൻ, നീ നിന്റെ ദിമ്മത്ത് നൽകും, നിന്റെ ഒപ്പമുള്ള സൈന്യത്തിന്റെ ദിമ്മത്ത് നൽകും എന്ന് പറഞ്ഞാൽ മതി. കാരണം എന്തെങ്കിലും കാരണം കൊണ്ട് ആ വാക്ക് മാറ്റേണ്ടി വന്നു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ പേരിൽ പറഞ്ഞ വാക്ക് മാറ്റുന്നവരാണ് മുസ്ലിമീങ്ങൾ എന്നവര് വിചാരിക്കാൻ പാടില്ല. അവനവന്റെ പേരിൽ മാറ്റിയാലും അത്ര കുറ്റമല്ല, അതുകൊണ്ടാണ് അങ്ങനെ. അതുപോലെ തന്നെ ഒരു തീരുമാനം നടപ്പിലാക്കുമ്പോൾ നിന്റെ തീരുമാനം എന്ന് പറഞ്ഞ് നടപ്പിലാക്കിയാൽ മതി, അള്ളാഹുവിന്റെ തീരുമാനം എന്ന് പറയരുത്. കാരണം നിന്റെ ഇജ്തിഹാദ് ഒരു അബദ്ധം സംഭവിച്ചാൽ അത് അള്ളാഹുലേക്ക് ചേർത്തി പറയുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്നതുകൊണ്ട്. ചുരുക്കത്തിൽ ആശയം, കരാറുകളിൽ അള്ളാഹുവിനെ പറ്റി, അള്ളാഹ് എന്നുള്ള നാമത്തിന്റെ ഒരു തഅളീമുണ്ട്, അള്ളാഹ് എന്നുള്ള ഒരു നാമത്തിനൊരു തഅളീമുണ്ട്.
അത് എല്ലാ അനാവശ്യമായിട്ട് ഉപയോഗിക്കേണ്ട അല്ലെങ്കിൽ ഒരു വില കൊടുക്കാതെ ഉപയോഗിക്കേണ്ട ഒരു കാര്യമേ അല്ല. അതിന്റെ വാക്ക് ഉപയോഗിക്കുമ്പോൾ അതിന് ഗൗരവം കൊടുക്കുന്നത് തന്നെ തൗഹീദിന്റെ അടയാളമാണ്. അതുകൊണ്ടാണ് ഇതാ ദുഃഖിറല്ലാഹ് വജിലത്ത് ഖുലൂബുഹും, മുഅ്മിനീങ്ങളുടെ അടയാളം പറഞ്ഞപ്പോൾ എന്താ, അള്ളാഹുവിനെ പറ്റി പരാമർശിക്കപ്പെട്ടാൽ അവരുടെ ഖൽബ് വിറകൊള്ളും. അത് അള്ളാഹ് എന്നുള്ള വാക്കിന് കൊടുക്കുന്ന തഅലീം തൗഹീദിന്റെ പരിപൂർണതയിൽപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഇത് വളരെ ചെറിയ കാര്യമാണെങ്കിലും ഇതിനെ ഇത്രയധികം സൂക്ഷ്മതയോടുകൂടി പറഞ്ഞിട്ടുള്ളതും കിതാബ് തൗഹീദിൽ ഈ ബാബ് കൊടുക്കാനുള്ള കാരണവും. ഇതിന്റെ ഷർഹിൽ അൽ ഖൗലു സദീദ് എന്ന കിതാബിൽ ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയുന്നത്, ബാബു മാ ജാഅ ഫീ ദിമ്മത്തില്ലാഹി വ ദിമ്മത്തി നബിയിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ മഖ്സൂദ് മിൻ ഹാദിഹി തർജമ, ഈ ഒരു തലക്കെട്ടിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അൽ ബുഅദു വൽ ഹദർ മിൻ അത്തഅറുദ് ലിൽ അഹ്വാൽ അല്ലതി യുഖ്ശാ മിൻഹാ നഖ്ദുൽ ഉഹൂദ് വൽ ഇഖ്ലാൽ ബിഹാ ബഅദമാ യജ്അലു ലിൽ അഅദാഇൽ മുആഹിദീന ദിമ്മത്തല്ലാഹി വ ദിമ്മത്ത റസൂലിഹി. വൽ ബുഅദു വൽ ഹദർ അഥവാ ഒരു അകറ്റാനും ഒരു താക്കീതും എന്ന നിലക്കാണ് ഈ ഒരു ബാബു കൊടുത്തിട്ടുള്ളത്. ഒരു കാര്യത്തിൽ നിന്ന് അകന്നു നിൽക്കാനും ഒരു താക്കീത് നൽകും. എന്താണ്? മിനത്ത് തഅറുദ് ലിൽ അഹ്വാലി അല്ലതി യുഖ്ശാ മിൻഹാ നഖ്ദുൽ ഉഹൂദി വൽ ഇഖ്ലാലി, ഈ കരാറ് ലംഘിക്കേണ്ടി വരുമോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഒഴിവാകേണ്ടി വരുമോ എന്ന് ഭയപ്പെടുന്ന സന്ദർഭത്തിൽ, പ്രത്യേകിച്ച് യുദ്ധം അതുപോലുള്ള ഘട്ടങ്ങളിൽ, അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ബിഹാ ബഅദമാ യജ്അലു ലിൽ അഅദാഇ അൽ മുആഹിദീന അലിമാ യുജ്അലു ലിൽ അഅദാഇ അൽ മുആഹിദീന ദിമ്മത്തുല്ലാഹി വ ദിമ്മത്തു റസൂലിഹി, അള്ളാഹുവിന്റെയും റസൂലിന്റെയും ഈ നിലക്ക് ദിമ്മത്ത് നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് അതിനുശേഷം അത് മാറ്റേണ്ടി വരുമോ എന്ന് ഭയപ്പെടുന്ന സന്ദർഭം, അതാണ് ഈ പ്രത്യേകിച്ച് യുദ്ധ സന്ദർഭങ്ങളിൽ. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ആ ഒരു അവസ്ഥയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, അതിന്റെ ഒരു ഗൗരവം ഓർമ്മപ്പെടുത്താനാണ് ഈ ബാബു കൊടുത്തിട്ടുള്ളത്. ഫഇന്നഹു മതാ വഖഅ അൻ-നഖ്ദു ഫീ ഹാദിഹിൽ ഹാൽ, ഇതുപോലെയുള്ള ഏതെങ്കിലും സന്ദർഭത്തിൽ അള്ളാഹുവിനെ മുൻനിർത്തി ഒരു കരാർ പറഞ്ഞു, ദിമ്മത്ത് നൽകാമെന്ന് പറഞ്ഞു, അതിനുശേഷം അത് ലംഘിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ കാന ഇൻതിഹാകൻ മിനൽ മുസ്ലിമീന ലിദിമ്മത്തില്ലാഹി വ ദിമ്മത്തി നബിഹി, അത് മുസ്ലിമീങ്ങളുടെ ഭാഗത്ത് നിന്ന് അള്ളാഹുവിന്റെ ദിമ്മത്തിനെ ഇല്ലാതാക്കുന്ന, മുറിച്ചു കളയുന്ന ഒരു കാര്യമായി തീരും. അപ്പോൾ മുസ്ലിമീങ്ങളാണല്ലോ ഈ കരാർ കൊടുക്കുന്നത്, അള്ളാഹുവിന്റെ ദിമ്മത്ത് ഉണ്ടാകുന്നു. എന്നിട്ട് പിന്നെ അത് മുറിക്കേണ്ടി വന്നാൽ മുസ്ലിമീങ്ങളുടെ ഭാഗത്ത് എന്തുണ്ടായി? അള്ളാഹുവിന്റെ പേര് പറഞ്ഞൊരു കാര്യം മുറിക്കുന്ന അവസ്ഥയുണ്ടായി. വതർക്കൻ ലി തഅലീമില്ല, അതുപോലെ അള്ളാഹു കൊടുക്കേണ്ട തഅലീമിനെ ഒഴിവാക്കി എന്ന രീതിയിലാകും. വർതികാബിൽ അക്ബറിൽ മഫ്സദതൈൻ കമാ നബ്ബഹ അലൈഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിലെന്താകും? രണ്ട് മഫ്സദത്തുകൾ അവിടെ ഉള്ളത്. ഒന്ന് സ്വന്തം വാക്ക് കൊടുത്ത് ലംഘിക്കുക, ഒന്ന് അള്ളാഹുവിനെ വാക്ക് പറഞ്ഞുകൊണ്ട് നിർത്ത വാക്ക് ലംഘിക്കുക. ഇതിൽ രണ്ട് മഫ്സദത്തിൽ അക്ബർ സംഭവിക്കും. അത് വലിയ മഫ്സദത്ത് ഏതാണ്? അള്ളാഹുവിനെ പറഞ്ഞുകൊണ്ട് ലംഘിക്കലാണ്. അത് ഒഴിവാക്കാനാണ് ചെറിയ മഫ്സദത്ത് അല്ലെങ്കിൽ അഖഫു ബർറൈൻ അവിടെ തെരഞ്ഞെടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വഫീ ദാലിക അയ്വൻ, അതിൽ അതുപോലെ തന്നെ തഹ്വീനുൽ ലിദ്ദീൻ വൽ ഇസ്ലാം, എന്തുണ്ടാകും? ദീനിനെ, ഇസ്ലാമിനെ, അതിനെ വളരെ വില കുറഞ്ഞു കാണുന്ന, നിസ്സാരമായി കാണുന്ന ഒരു അവസ്ഥയുണ്ടാകും. വതസ്ഹീദു ലിൽ കുഫാരി ബിഹി, കുഫാറുകൾക്ക് ദീനിനോടൊരു അകൽച്ച ഉണ്ടാകും. കാരണം മുസ്ലിമീങ്ങൾ തന്നെ അള്ളാഹുവിനൊരു താളീം കൊടുക്കുന്നില്ല എന്ന് ആര് വിചാരിക്കും? കുഫാറുകൾ വിചാരിക്കും. അതുപോലെ കുഫാറുകൾ ദീനിൽ നിന്ന് അകലും. ഫൈനൽ വഫാഹ ബിൽ ഉഹൂദ് ഖുസൂസൻ അൽ മുഅക്കദത ബി അഗ്ലൽ മവാസിഖ് മിൻ മഹാസിനിൽ ഇസ്ലാം, കരാറുകൾ പാലിക്കുക എന്നുള്ളത്, പ്രത്യേകിച്ചും ഏറ്റവും ഗൗരവമുള്ള കണിശമായി പാലിക്കേണ്ട കരാറുകൾ പാലിക്കുക എന്നുള്ളത് മിൻ മഹാസിനിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ മേന്മകളിൽപ്പെട്ട കാര്യമാണ്. അദ്ദാഇയതു ലിൽ അഅദാഇൽ മുൻസിഫീന ഇലാ തഫ്ളീലിഹി വതിബ്ബാഇഹി, അത് ആരെ ക്ഷണിക്കും? മുസ്ലിമീങ്ങളുടെ ശത്രുക്കളെ, നീതിമാന്മാരായിട്ടുള്ള ശത്രുക്കളിലും നല്ല ആളുകൾ ഉണ്ടാവുമല്ലോ, നീതിയൊക്കെ ഉള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകളെ ഇസ്ലാമിലേക്ക് അടുപ്പിക്കുന്ന, ഇസ്ലാമിന്റെ ശ്രേഷ്ഠതയിലേക്കും അതിനെ പിൻപറ്റുന്ന ആളുകളിലേക്കും അടുപ്പിക്കുന്ന ഒരു കാര്യമാണ് കരാർ പൂർത്തീകരിക്കുന്നവരാണ് അവർ എന്നുള്ളത്. അതായത് സാധാരണഗതിയിൽ തന്നെ ഒരു കരാർ പൂർത്തീകരിക്കുക എന്നുള്ളത്, അങ്ങനെയുള്ള ഒരാളുടെ സ്വഭാവം ആർക്കും ഇഷ്ടാവും? എല്ലാവർക്കും ഇഷ്ടാവും. അപ്പൊ അള്ളാഹുവിന്റെ പേര് പറഞ്ഞുകൊണ്ടൊരു കരാർ ചെയ്തത്, അത് പൂർത്തീകരിക്കാൻ അത്രയും കണിശത കാണിക്കുന്ന ഒരു മുസ്ലിമാണ് എങ്കിൽ അത് എന്തിനു കാരണമാകും? മറ്റുള്ള കുഫാറുകൾക്ക് ഇസ്ലാമിലേക്ക് അടുക്കാനും ഇസ്ലാമിലേക്ക് വരാനും എല്ലാം കാരണമാകും. ഇസ്ലാമിന്റെ മഹത്വം മനസ്സിലാകും. അതേസമയം അള്ളാഹുവിൽ വാക്ക് പറഞ്ഞുകൊണ്ട് മുസ്ലിമീങ്ങൾ അതിനെ ലംഘിക്കുന്ന അവസ്ഥ ഉണ്ടായാലോ?
അവർക്കുണ്ടാവും ഇസ്ലാം. ഇവരെ ഇലാഹിനെ പറ്റി പറഞ്ഞിട്ട് തന്നെ ഇവർക്കൊരു വിലയില്ല, ഇവർ അത് തന്നെ ഒഴിവാക്കുകയാണ് എന്ന നിലക്ക് കുഫാറുകൾ വിചാരിക്കും. അപ്പൊ ആ നിലക്ക് ഒരു തരത്തിലും അള്ളാഹുവിന് കൊടുക്കേണ്ട തഅദീമിൽ കുറവ് സംഭവിക്കരുത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞത്? അള്ളാഹുവിന്റെ വാക്ക് പറഞ്ഞുകൊണ്ടുള്ള ഒരു കാര്യം ലംഘിക്കുന്നതിനേക്കാൾ ഗൗരവം കുറവ് ഏതാണ്? നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ലംഘിക്കലാണ്. അതുകൊണ്ട് ഒന്നും അള്ളാഹുവിന്റെ ദിമ്മത്ത് നൽകാൻ നീ പറയരുത്, നിന്റെ ദിമ്മത്ത് നൽകിയുള്ളൂ എന്ന് പറഞ്ഞാൽ മതി. ചുരുക്കത്തിൽ ഈ ബാബിന്റെ ഉദ്ദേശം കരാറുകളാവട്ടെ എന്ത് കാര്യമാവട്ടെ അള്ളാഹുവിനെ പറ്റി പറഞ്ഞിട്ടുണ്ടോ, അള്ളാഹുവിനെ സാക്ഷിയാക്കിയിട്ടാണോ, അള്ളാഹുവിന് സത്യം ചെയ്തിട്ടാണോ, എന്ത് വില കൊടുത്തും അത് പൂർത്തീകരിക്കണം. അതൊരാളുടെ തൗഹീദിന്റെ പൂർണ്ണതയിൽപ്പെട്ട കാര്യമാണ്. ഒരാളുടെ അള്ളാഹുവിന് കൊടുക്കുന്ന തഅദീമിൽ പെട്ടതാണ്. ആ തഅലീം എന്നുള്ളത് റൂഹ് തൗഹീദാണ്, തൗഹീദിന്റെ റൂഹാണ്. അതിനുള്ള ഹദീസിൽ വന്നിട്ടുള്ള ഒരു ഉദാഹരണമാണ് ദിമ്മത്തുല്ലാഹി വ ദിമ്മത്തി നബിഹി. അതും രണ്ട് ഷർറുകളിൽ, രണ്ട് മഫ്സദത്തുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണത് അത് ചെറിയ മഫ്സദത്ത് നീ ചെയ്താൽ മതി എന്നുള്ളത്. കാരണം വലിയ മഫ്സദത്ത് അള്ളാഹുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് അതിനെ ഒഴിവാക്കാൻ വേണ്ടി ചെറിയ മഫ്സദത്ത് നീ ചെയ്തോ എന്ന് ആര് പറയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇതൊക്കെ വേറെ ഖായിദക്ക് തെളിവാണ്, അഖഫു ബർറൈൻ എന്നുള്ളത്, അത് വേറെ കാര്യം. പക്ഷേ ഇത് ഗൗരവമുള്ള ഒരു കാര്യമാണ്. അള്ളാഹുവിന്റെ നാമത്തിന് കൊടുക്കേണ്ട തഅദീം നമ്മൾ പ്രത്യേകിച്ചും ഗൗരവത്തിൽ മനസ്സിലാക്കണം. ഏകദേശം 4 ബാബുകളാണ് കിതാബു തൗഹീദിൽ എടുക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ പൂർത്തിയാകുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ബാബുകൾ അടുത്ത ദർസിൽ എടുക്കാം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.